പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ചും ജീവിതാനുഭവങ്ങളെക്കുറിച്ചും നമ്മോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു ലോറൻസ് അവറുകൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലെ തൻ്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കേൾക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു ലോറൻസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസിനെ അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിൻ്റെ ദാസിനെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്ത് നിന്നാണ്. എന്റെ സ്വദേശം വന്നിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിനടുത്താണ്. ഞാനിപ്പോ താമസിക്കുന്നത് കാഞ്ഞിരംകുളത്ത്. ഞാൻ മാരീഡ് ആണ്. ഭാര്യ ഷിജി, 2 കുട്ടികളുണ്ട്. മൂത്ത മോള് സൽമ, ഇളയ മകള് ജെമി SS. 2 കുട്ടികൾ എനിക്കുണ്ട്. ഞാൻ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി കാനക്കോട് അഥവാ ഒറ്റശേഖര മംഗലത്തിനടുത്തുള്ള സഭയിൽ ശുശ്രൂഷകനായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസിനെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകട്ടെ, അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവദാസിന് പങ്കുവയ്ക്കാനുള്ള ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ഇങ്ങോട്ട് ജീവിതത്തിലെ ബാല്യകാലം മുതലുള്ളതായ നല്ല ഓർമ്മക്കുറിപ്പുകൾ ദൈവം നമ്മ മുഖത്തിനുണ്ട് പങ്കുവയ്ക്കുക. അപ്പോൾ തന്നെ സഹോദരന്മാരെക്കുറിച്ച്, മാതാപിതാക്കന്മാരെക്കുറിച്ച്, ദൈവീയ ഇടപെടലുകളെക്കുറിച്ചൊക്കെ പറയുവാനുള്ള അവസരമാണ്. കർത്താവിൻ്റെ ദാസിനെ തുടർമാനമായി സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് ഈ അവസരം എനിക്ക് എന്റെ അനുഭവം പങ്കുവയ്ക്കാൻ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അരോമ ടി വിയുടെ ഡയറക്ടർ പാസ്റ്റർ ഡാനിയൽ ജോണിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം പാസ്റ്റർ ഡാനിയൽ ജോൺ ഒരുക്കി തന്നതിൽ വളരെ സന്തോഷം. ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തയേശുവിൽ എന്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. എന്റെ അനുഭവം തുടർന്നുള്ള മിനിറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ ഞാൻ പറയാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആരായിരുന്നു എന്ന് പറയാനല്ല എന്റെ അനുഭവം പങ്കുവെക്കുന്നത്. ആരായിരുന്ന എന്നെ ക്രിസ്തു ആരാക്കി തീർത്തു എന്നുള്ള വസ്തുതയാണ് എന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിലൂടെ ഞാൻ പ്രസ്താവിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ഒരു മനുഷ്യനെ ഏത് നിലകളിൽ മാറ്റാൻ കഴിയും, യേശുവിന് എന്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചതാണ്. ആ അനുഭവങ്ങളാണ് അരോമ ടി വിയിലെ പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്, ഒരു കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ മമ്മിക്ക് 10 മക്കളുണ്ട്. ഞാൻ 10ാമത്തെ മകനാണ്. 9 പേര് മലേഷ്യയിലാണ്. ഞാൻ മാത്രമേ ഇന്ത്യയിലുള്ളൂ. 8 പേര് മലേഷ്യയിൽ ജനിച്ചു. ഞങ്ങൾ 2 പേരാണ് ഇന്ത്യയിൽ ജനിച്ചത്. എന്റെ അനുഭവത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് 2015 വരെ ഞാൻ എന്റെ ബ്രദേഴ്സിനെ കാണാനുള്ള ഒരു അവസരമോ ഭാഗ്യമോ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ 2015 കർത്താവ് എനിക്ക് ഒരു അവസരം നൽകി. എനിക്ക് മലേഷ്യയിൽ പോവുകയും 6 ബ്രദേഴ്സിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരാള് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മറ്റു 2 പേർ ജോലിയോടുള്ള ബന്ധത്തിൽ 2 രാജ്യങ്ങളിലായിരുന്നത് കൊണ്ട് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ബാക്കി 6 പേരെ എനിക്ക് കാണാനുള്ള അവസരം എനിക്ക് മലേഷ്യയിൽ വെച്ച് ഉണ്ടായി. ഞാൻ എന്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. പ്രത്യേകിച്ച് എന്റെ മമ്മി ഒരു പെന്റക്കോസ്റ്റൽ വിരോധിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം എന്റെ മമ്മിക്ക് പെന്റക്കോസ്റ്റുകാരെയോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്റെ മമ്മി പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ആരെങ്കിലും പ്രാർത്ഥനയ്ക്കായി വീട്ടിൽ വന്നാൽ എന്റെ മമ്മി കൈ പിടിച്ച് അവരെ ഗേറ്റിന്റെ പുറത്ത് കൊണ്ടാക്കിയിട്ട് പറയും, നിങ്ങൾ വഴിമാറി വന്നതാണ്, പൊക്കോളാൻ പറഞ്ഞ് എന്റെ മമ്മി പറഞ്ഞേക്കാറാണ് പതിവ്. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഈ വിശ്വാസ മാർഗത്തിലേക്ക് വരാൻ കാരണമായി തീർന്നത്? എന്റെ മമ്മിക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്, ലോഡ്ജൊക്കെ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് എയർപോർട്ടിനടുത്താണ് ഞങ്ങളുടെ സ്വന്തം ദേശം. അവിടെ ഞങ്ങൾക്ക് റേസാബ് റെസ്റ്റ് ഹൗസ് എന്ന പേരിൽ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു. റേസാബ് റെസ്റ്റ് ഹൗസ് എന്ന് പറയുമ്പോൾ എന്റെ പേര് സാബു, എന്റെ ജ്യേഷ്ഠന്റെ പേര് റേ ചാൾസ്. അതുകൊണ്ട് റേ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ പേരിനെ ജോയിൻ ചെയ്തുകൊണ്ടാണ് റേസാബ് റെസ്റ്റ് ഹൗസ് എന്ന റെസ്റ്റ് ഹൗസ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ പപ്പ ഒരു വലിയ മദ്യപാനിയാണ്. എന്റെ പപ്പ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഡിഫറെന്റ് ചെയ്ത് പറയുന്നത്, അമ്മ 1 പപ്പ 2 ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ മാത്രം എന്റെ പപ്പായ്ക്ക് ഉള്ളതാണ്.
അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇവിടെ ജനിക്കുന്നത്. അപ്പൊ എന്റെ പപ്പായിക്ക് ഞാൻ ഒരാളും എന്റെ മമ്മിക്ക് ഞാൻ 10ാമത്തെ മകനുമാണ്. അപ്പൊ ഞാൻ മമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഫാമിലി ഒരു പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ പ്രാർത്ഥനാ കൂട്ടായ്മ എന്റെ മമ്മിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്റെ പപ്പ വലിയ മദ്യപാനിയായിരുന്നു. കള്ളു കുടിച്ചേച്ച് വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, പിന്നെ തല്ലുണ്ടാക്കുക. എന്റെ പപ്പ ഒരു ഗുണ്ടയും കൂടെ ആയിരുന്നു. തല്ലുണ്ടാക്കുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക. നിരന്തരം ഞാൻ ഇത് കണ്ടു വളർന്നതാണ്. എന്റെ പപ്പയെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു. ഞങ്ങൾ ഓടി ഒളിക്കും. ചില നാളിലൊക്കെ ഞാൻ ഓടി ഒളിക്കും. പപ്പ എനിക്ക് ഭയങ്കര പേടിയാണ്. പപ്പയുടെ നിരന്തരമായ ഈ ഉപദ്രവങ്ങൾ കൊണ്ട് എന്റെ മമ്മി തന്നെ പപ്പയെ ഉപേക്ഷിച്ചു. മമ്മി തന്നെ പപ്പായെ വേണ്ടാന്ന് വെച്ചു. പപ്പായെ കളഞ്ഞു, ഉപേക്ഷിച്ചു. പിന്നെ പപ്പ ഞങ്ങളുടെ ലോഡ്ജിൽ താമസിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ വന്ന് വഴക്കുണ്ടാക്കി അവരെല്ലാം പുറത്താക്കി വിടും. അങ്ങനെ ലോഡ്ജും റൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് മമ്മി അത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. മമ്മി വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു കൂട്ടർ എന്നെ വിലക്കെടുക്കാൻ വന്നു. എന്നാൽ അവർ ഞങ്ങൾ അത് കബളിപ്പിച്ചുകൊണ്ട് പോവുമായിരുന്നു. ഞങ്ങളന്ന് കുഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വേണ്ടുന്ന തിരിച്ചറിവില്ല. ഞങ്ങൾക്കൊരു 8ഉം 9ഉം വയസ്സ് പ്രായം ആ സമയങ്ങളിലുള്ളൂ. അത്ര പ്രായമേ ഞങ്ങൾക്കുള്ളൂ. അപ്പൊ എന്തായാലും ലോഡ്ജ് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സ്വന്തമായ വസ്തുവോ വീടോ ഒന്നുമില്ല, പപ്പ ഇല്ല, മമ്മി മാത്രമേ ഉള്ളൂ. എന്നോട് കൂടെ ഒരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വന്നാണ് ഡെലിവറി ആയതുകൊണ്ട് ജ്യേഷ്ഠൻ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരടങ്ങുന്ന കുടുംബം ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിതരായി. വാടക വീടുകളിൽ ഞങ്ങൾ ഇങ്ങനെ മാറി മാറി താമസിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എന്റെ മമ്മി ഒരു തീരുമാനമെടുത്തു, ഇനി യേശുവിനെ ആരാധിക്കില്ല, യേശുവിനോട് പ്രാർത്ഥിക്കില്ല. അങ്ങനെ എന്റെ മമ്മി തീരുമാനം എടുക്കാൻ കാരണം, യേശുവിനോട് പ്രാർത്ഥിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വീടൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മമ്മി തന്നെ തീരുമാനമെടുത്തു, യേശുവിനെ ആരാധിച്ചാൽ കുരിശ് കൂടുതൽ കിട്ടും, അതുകൊണ്ട് ഇനി യേശുവിനെ ആരാധിക്കുന്നില്ല. അങ്ങനെ എന്റെ മമ്മി അന്ന് മുതൽ ഫോട്ടോസ് എല്ലാം മാറ്റി. മറിയയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, അത് മാറ്റി. യേശുവിന്റെ ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് എന്റെ മമ്മി ഭദ്രകാളി സേവ ചെയ്യാൻ തുടങ്ങി. കറക്റ്റ്ലി പറഞ്ഞ എന്റെ മമ്മി ഹിന്ദു കൺവേർട്ട് ചെയ്തു. ഹൈന്ദവ മതം എന്റെ മമ്മി സ്വീകരിച്ചു. അപ്പൊ കൊച്ചുനാൾ മുതലേ എനിക്ക് പള്ളിയെക്കാളും കൂടുതൽ ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് കൂടുതലാണ്. രാമനാമ വൈകിട്ട് ജപിക്കണം, പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം. ക്ഷേത്ര ആചാരപരമായിട്ടാണ് എന്റെ മമ്മി ഞങ്ങളെ കൂടുതലും വളർത്തിയത്. എന്റെ മമ്മി ഷഷ്ടിവ്രതം എടുക്കും, മൗനവ്രതം എടുക്കും. മൗനവ്രതം എടുക്കുന്ന സമയത്ത് മമ്മി ആരോടും മിണ്ടില്ല. രാവിലെ 6 to ഈവനിങ് 6 ആ ടൈം വേണ്ടിക്ക് ആരോടും മിണ്ടില്ല. പിന്നെ വ്രതം എടുക്കും. വ്രതാനുഷ്ഠാനങ്ങളെല്ലാം വളരെ കഠിനമായത്. ക്ഷേത്രങ്ങളിലുള്ള നിവേദ്യം കൊണ്ടുവന്ന് അത് ഭക്ഷിച്ചാണ് പലപ്പോഴും എന്റെ മമ്മ നോമ്പ് നിർത്താറുള്ളത്. അപ്പൊ മമ്മിയുടെ ഈ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. കുഞ്ഞുനാളിൽ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മമ്മി ബ്ലേഡ് കൊണ്ട് കൈ മുറിച്ചിട്ട് ഇത് ഭദ്രകാളിയുടെ ഫോട്ടോയിലേക്ക് ഒഴിച്ചോളൂ. അപ്പൊ ഞാൻ ചോദിക്കും, ഞങ്ങളുടെ കൈയും പിന്നുകൊണ്ടൊക്കെ കുത്തി ഭദ്രകാളിയുടെ ഫോട്ടോയിൽ ഈ ബ്ലഡ് വെച്ചോളൂ. ഞാൻ ചോദിക്കും, മമ്മി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ മമ്മി പറഞ്ഞു, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഭഗവാൻ അനുഗ്രഹിക്കുന്ന മമ്മി എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളോ നന്മയോ ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വളരെ സഫോർഡായിരുന്നു. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാനില്ലാതെ, എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു അത്. വളരെ കൊച്ചുനാൾ മുതലേ ജോലിക്ക് പോകാൻ അതുകൊണ്ട് പോസ്റ്റായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 വയസ്സ് തൊട്ട് ഞാൻ ജോലിക്ക് പോകാം. ഹോട്ടലിൽ ജോലിക്ക് പോകും. ഹോട്ടലിലെ ഗ്ലാസ് ഒക്കെ കഴുകി, പിന്നെ ഫ്ലോറൊക്കെ വാഷ് ചെയ്യും, ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഞാൻ ആ ടൈമില് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അന്നൊക്കെ കരയും. കാരണം എനിക്ക് ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും വ്യക്തമായ ഒരു ധാരണ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഞാൻ കരയും, ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ? എന്റെ ബാക്കിയുള്ള ബ്രദേഴ്സ് എല്ലാം വളരെ നന്നായി, അവരൊക്കെ ആയിരിക്കുന്നു, ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ദൈവമേ എന്ന് എനിക്ക് അങ്ങനെ ആരോടും പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് അറിയില്ലായിരുന്നു. ക്ഷേത്രത്തിൽ പോകും, ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ പോയി. പിന്നെ കൊച്ചുനാളിൽ RSSന്റെ താവലോട് ശാഖ, മുട്ടത്തുറയിലാണ് ഞങ്ങളത് താമസിക്കുന്ന, ട്രിവാൻഡ്രത്ത്. അപ്പൊ ആ ശാഖയിലൊക്കെ പോകും. പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകും. ഇങ്ങനെ ക്ഷേത്രപരമായ എല്ലാ കാര്യങ്ങളും വളരെ ഉത്സവകരായിരിക്കുന്നുവെങ്കിലും അങ്ങനെ ഒരാളോട് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു രീതിയോ അങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എനിക്കറിഞ്ഞൂടാ. അപ്പോ കൊച്ചുനാള് ജോലിക്ക് പോകും. അപ്പൊ അപ്പോഴെല്ലാം എന്റെ ഉള്ളിലെ ചോദ്യം ഇതാണ്, ഞാൻ മാത്രം എന്തിനാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത് എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ജ്യേഷ്ഠൻ അദ്ദേഹം മലേഷ്യയിലേക്ക് പോയി. മലേഷ്യയിൽ പോകാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായി. അന്ന് എനിക്ക് പ്രായം 17 വയസ്സ്. ജ്യേഷ്ഠൻ മലേഷ്യയിലേക്ക് പോയി. അപ്പൊ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം ജ്യേഷ്ഠന്റെ ബാക്കിയുള്ള ബ്രദേഴ്സ് എല്ലാം അവിടെ ആയതുകൊണ്ട് ജ്യേഷ്ഠനെ അങ്ങോട്ട് എടുത്തു. അന്ന് അവിടുത്തെ ഡാഡി ജീവനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരും കൂടെ
എന്റെ ജ്യേഷ്ഠനെ എടുത്തു. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം ഞങ്ങൾ കൂട്ടുകാരെ പോലെ കളിച്ചു വളരുന്നു, വീട്ടിൽ കളിച്ചു വളരും. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, ചേട്ടൻ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ പ്രയാസം, ഇന്നത്തെ ബുദ്ധിമുട്ടെല്ലാം മാറും എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ജ്യേഷ്ഠൻ പോയി, വേറെ കോണ്ടാക്ട് ഇല്ല. അന്ന് ഞങ്ങളുടെ വീട്ടില് ഫോൺ സൗകര്യം ഇല്ല. അന്ന് നമുക്കറിയാം ലാൻഡ് ഫോണിന്റെ സമയമാണ്. മൊബൈൽ ഫോൺസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം, മൊബൈൽ ഫോൺസ് ഇല്ല, ലാൻഡ് ഫോണിന്റെ ടൈമാണ്. അപ്പൊ ഞങ്ങളുടെ മമ്മിക്ക് ഞാൻ മാത്രമായി വീട്ടില്. പിന്നെ കുടുംബ പ്രാരാബ്ദം എന്റെ മുകളിലായി. എന്റെ ജ്യേഷ്ഠൻ പോയി കഴിഞ്ഞപ്പോ രണ്ട് കാര്യം. ഒന്ന്, ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് ഇറങ്ങി പോകാൻ എന്റെ പ്രായത്തിന്റെ ആ ഒരു നിലയിൽ എനിക്ക് അത് ഇഷ്ടമായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ്, എന്നെ ആരും കൺട്രോൾ ചെയ്യാനില്ല, മമ്മി അല്ലാണ്ട് വേറെ ആരുമില്ല. മമ്മി പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, പപ്പ ഇല്ല, ജ്യേഷ്ഠനില്ല, ആരുമില്ല. അങ്ങനെ വന്നപ്പോ ഞാൻ വളരെ കൊച്ചുനാളിൽ തന്നെ പല തെറ്റുകളിലേക്ക് ഇറങ്ങിപ്പോയി. മയക്കുമരുന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങി, പിടിച്ചുപറി തുടങ്ങി, മോഷണം തുടങ്ങി, തിയേറ്ററുകളിൽ ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നൊരു ചിന്തയായി. അപ്പൊ തന്നെ ഞാൻ ഈ മദ്യത്തിനെല്ലാം അടിമപ്പെട്ടിരുന്നു. മദ്യപാനമൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ശീലമായി മാറി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് എനിക്ക് കേസുകൾ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. ചില കേസുകൾക്കെല്ലാം പോലീസ് പിടിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ഫോർട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എനിക്കിന്നും ഓർമ്മയുണ്ട്. അവിടെ കൊണ്ടുചെന്നു, കോടതിയിൽ ചെന്ന് പെറ്റി അടിച്ച് എന്നെ പുറത്തു വിടും. ആ ജയിലിലേക്ക് പോയില്ല, ആ പെറ്റിയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ തീർന്ന് ഞാൻ പുറത്തു വന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കേസുകൾ, ഇങ്ങനെ കേസ് എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അങ്ങനെ ഞാൻ അന്ന് നാട് വിടുന്ന സമയത്ത് എന്റെ കൂടെ രണ്ട് സുഹൃത്തുക്കള്, എന്റെ മമ്മി, ഞങ്ങൾ ഒരുമിച്ചാണ് നാട് വിട്ടു പോകും. ഞങ്ങൾ ഒരുമിച്ച് നാട് വിട്ടുപോയി. നാട് വിട്ടു പോയി ഇന്ത്യയുടെ 6ഓളം സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു. ഗോവ, ബോംബെ, ഇങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ഇങ്ങനെ പോയി. അങ്ങനെ ലാസ്റ്റ് തമിഴ്നാട്ടിൽ വന്ന് ഞാൻ ഹോൾട്ടായി. ആ ടൈമിൽ എന്റെ കൂടെ വന്ന രണ്ട് സുഹൃത്തുക്കള്, അവര് എവിടെയോ വെച്ച് അവരങ്ങ് പോയി. അവര് ബോംബെയിലോ എവിടെയോ വെച്ച് അവര് പോയി. ഞാനും എന്റെ മമ്മിയും മാത്രം ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണിയിലേക്ക് പോയി. ഈ വേളാങ്കണ്ണിയിൽ പോകാനുള്ള കാരണം, എവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വി ആർ ക്യാരിങ് ലഗേജ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ലഗേജുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്താ പറയണ്ടേ, ആക്ച്വലി ഒരു നാടോടി സംഘത്തെ പോലെ എവിടെ പോകണം, എന്ത് ചെയ്യണം, ക്യാഷ് ഇല്ല, വേറൊന്നുമില്ല, തുച്ഛമായ എന്തോ ക്യാഷ് മാത്രമേ കയ്യിലുള്ളൂ. ഇതും കൊണ്ട് ഞങ്ങൾ യാത്രയാണ്. പിൽഗ്രീം സെന്റേഴ്സ് മമ്മിയുടെ ലക്ഷ്യം. മമ്മി പറഞ്ഞു, നമുക്ക് ഈ പിൽഗ്രീം സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറഞ്ഞ റേറ്റിന് ഈ ലോഡ്ജ് കിട്ടും, റൂം കിട്ടും, പള്ളിയുടെ റൂം കിട്ടും, വളരെ തുച്ഛമായ റേറ്റിന് കിട്ടും. അതുകൊണ്ട് നമുക്ക് അവിടെ പോവാം, ഫാദേഴ്സിനെ കാണാം, അവരോട് കാര്യം പറയാം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് മമ്മി പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ചെന്നു, ഫാദേഴ്സിനെ കണ്ടു. എനിക്ക് അവിടുത്തെ ഹോട്ടലില് ക്യാൻറ്റീനിലാണ് ജോലി കിട്ടുന്നത്. എനിക്ക് അവിടുത്തെ ക്യാൻറ്റീനിൽ ജോലി കിട്ടി. മമ്മി മദർ തെരേസ കോൺവെന്റില് മമ്മി ജോലിക്ക് കയറി. അവിടെ ശമ്പളമൊന്നും ഇല്ല, ഒരു സേവനം ചെയ്യണം, അതേ ഉള്ളൂ. അവിടുത്തെ കുട്ടികളെല്ലാം കെയർ ചെയ്യുക. ഓട്ടിസം ഉള്ള കുട്ടികളെയാണ് അവിടെ കൂടുതലും വെച്ചിരുന്നത്. മമ്മി അതിന് വളരെ സന്തോഷമായിരുന്നു. മമ്മിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മി അങ്ങനെ അവിടെ കൂടി, ഞാൻ ക്യാൻറ്റീനിലുള്ള ജോലിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ തുറന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് എന്റെ ഉള്ളിലുള്ള ഈ ക്രിമിനൽ വാസന ഇതെനിക്ക് കൂടുതലാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും റിയാക്ട് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ആ ദിവസങ്ങളിലെല്ലാം എന്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, രണ്ട് കാര്യങ്ങൾ എനിക്ക് എന്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒന്ന്, എല്ലാവരും എന്നെ കണ്ടാൽ ഭയപ്പെടണം. രണ്ടാമത്തെ കാര്യം, പണം ഉണ്ടാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് എന്റെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇതിനുള്ള മാർഗങ്ങൾ ഞാൻ ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അവിടെയും എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്റെ ഈ സ്വഭാവം കാരണം ഉണ്ടായി. ഞാൻ അങ്ങനെ ആ ക്യാൻറ്റീനിൽ ജോലി ചെയ്യാൻ പറ്റാതെ ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങി. മമ്മി ആ സമയത്ത് മലേഷ്യയിലേക്ക് പോയിരുന്നു. എന്റെ ബ്രദേഴ്സ് എല്ലാം കൂടെ എന്റെ മമ്മിയെ മലേഷ്യയിലേക്ക് എടുത്തു. മമ്മി പോയി, ഞാൻ ഒറ്റയ്ക്കായി. മമ്മി പറഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മി പോണം, മമ്മി പോയാലേ എനിക്കും എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, മമ്മി പോണം. ഞാൻ നിർബന്ധിച്ച് അയച്ചു. രണ്ട് കാരണമാണ് അതിന്. ഒന്ന്, എനിക്ക് ഫ്രീഡം ഉണ്ടാവും, പിന്നെ എന്നോട് എന്നെ ചോദിക്കാൻ ആരും ഇല്ലല്ലോ. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, മമ്മി പോയാൽ ചിലപ്പോൾ ക്യാഷൊക്കെ എനിക്ക് അയച്ചു തരാനോ അല്ലെങ്കിൽ മമ്മി അങ്ങനെ കൊണ്ടുവരാനോ ഒക്കെ കഴിയും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഈ രണ്ട് കാരണം കൊണ്ട് മമ്മിയെ പറഞ്ഞയച്ചു. പിന്നെ ഞാൻ ഫ്രീ ബേർഡായി, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഞാൻ അങ്ങനെ തോന്നിയതുപോലെ ജീവിച്ചു, മദ്യപിക്കുകയും പല നിലകളിൽ. അങ്ങനെ അവിടുത്തെ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ടായി. ഞാൻ അവരുമായിട്ട് ചേർന്ന് പല പ്രവൃത്തികളിൽ ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മമ്മി മടങ്ങി വന്നു. മമ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ കേസുകളൊക്കെ ഇങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തിൽ കൂടി വരാൻ തുടങ്ങി. കേസുകൾ കൂടി ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ആ നാടും ഞങ്ങൾക്ക് വിട്ടു പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരിൽ പോയി.
കോയമ്പത്തൂരിൽ അവിടെ ഒരു എനിക്ക് ആ സമയം കൊണ്ട് ഈ ഹോട്ടൽസിലൊക്കെ പണി ചെയ്തതുകൊണ്ട് കുറച്ച് ഹോട്ടൽ വർക്കെല്ലാം എനിക്കറിയാം. ഹോട്ടലിലുള്ള വർക്കെല്ലാം എനിക്കറിയാം. ഞാനും വേറൊരു സുഹൃത്തും കൂടെ ചേർന്ന് അവിടെ ഒരു തട്ടുകടയൊക്കെ ഇട്ടു, അങ്ങനെ ജീവിച്ചു. പക്ഷെ അവിടെയും ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്തുകൊണ്ട് ഒരു മോഷണ പ്രവർത്തനത്തിൽ ഞാൻ ഇടപെട്ടു. അതില് നാട്ടുകാരെല്ലാം അവിടെ പ്രശ്നമായി. എന്റെ ഭവനത്തിലേക്ക് എന്നെ ആക്രമിക്കാൻ വന്നു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ സമയത്ത് എന്റെ മമ്മിയെ നാട്ടുകാരെല്ലാം ഒത്തിരി ഉപദ്രവിച്ചു. ഞാൻ എന്റെ മമ്മിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങോട്ടോ പോയി. പിന്നെ എന്റെ മമ്മി എവിടെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. മമ്മി അവിടെ നിന്ന് പിന്നെ എന്റെ മമ്മിയുടെ യാത്ര എവിടെ ആയിരുന്നു എന്നും എനിക്കറിയത്തില്ല. വേളാങ്കണ്ണിയിൽ വെച്ച് ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ ആ കാര്യങ്ങൾ പിന്നേത്തിൽ പറഞ്ഞു വരുമ്പോൾ ഞാൻ അത് സൂചിപ്പിച്ചുകൊള്ളാം. അപ്പൊ ഞാൻ മമ്മിയെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് വിട്ടു. പിന്നെയും പല സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ അലയാൻ തുടങ്ങി. അലഞ്ഞ് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് പല ക്രിമിനൽ കുറ്റങ്ങളിൽ ഞാൻ ഏർപ്പെടും. ഹോട്ടലുകളിൽ ജോലിക്ക് പോകും. തമിഴ്നാട്ടിൽ തന്നെ പതിനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഹോട്ടലുകളിൽ ജോലി ചെയ്യും. അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. തിരിച്ച് ഞാൻ വേളാങ്കണ്ണിയിലേക്ക് തന്നെ വന്നു. പഴയ സുഹൃത്തുക്കളുടെ അടുക്കിലേക്ക് വന്നു. സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും കോണ്ടാക്ട് ആയി. അപ്പോൾ ഞാനൊരു ഗ്രാമത്തിൽ അവിടെ താമസിക്കാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ തന്നെ എനിക്ക് വേറൊരു വീടൊക്കെ അറേഞ്ച് ചെയ്തു. ഞാൻ അവിടെ താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ടൈമിന് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച 2 അനുഭവങ്ങളാണ് ഞാൻ സാധാരണ എല്ലായിടത്തും പങ്കുവയ്ക്കാറുള്ളത്. അത് തന്നെയാണ് ഞാൻ ഈ ചാനലിലൂടെയും പങ്കുവയ്ക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഒരു ദിവസം ഞാനും എന്റെ സുഹൃത്തുക്കളും 2 പേരും കൂടെ ചേർന്ന് ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമമായ കാമേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമം, അവിടെ നിന്ന് നാഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫിലിം കാണാൻ പോയി. സെക്കൻഡ് ഷോ ഫിലിം കണ്ടു. മദ്യപിച്ചിട്ടുണ്ട്. ഫിലിം ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുവാണ്. ബസ്സിൽ മടങ്ങി വരുവാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങേണ്ടുന്ന സ്റ്റോപ്പ് തണ്ണീർ പന്തൽ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. അപ്പൊ ആ സ്റ്റോപ്പിൽ എത്താറാകുന്ന സമയത്ത് ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന അതേ ഞങ്ങളുടെ സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ക്യാഷ് ബാഗ് ഉണ്ട്. അദ്ദേഹം ക്യാഷ് ബാഗും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ആ മനുഷ്യന് ആ സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ട്. അപ്പോ എന്റെ ചിന്ത മുഴുവനും ക്യാഷ് ബാഗിൽ നിറച്ചും പൈസ ആയിരിക്കും, അത് കവരണം, ഇതോടുകൂടി എനിക്ക് സമ്പന്നനാകാം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായത്. എന്നാൽ ഞാൻ ഇറങ്ങേണ്ടുന്ന സ്റ്റോപ്പിൽ തന്നെയാണ് അദ്ദേഹം ഇറങ്ങേണ്ടിയിരുന്നത്. അദ്ദേഹം അവിടെ ഇറങ്ങി. ആ മനുഷ്യനും ആ സ്റ്റോപ്പിൽ ഇറങ്ങി. ആ സ്റ്റോപ്പില് വൈദ്യുതി വെളിച്ചങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റോപ്പാണ്. പിന്നെ അവിടെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ ക്ഷേത്രം തുറക്കാറുള്ളൂ. ഈ ക്ഷേത്രം തുറക്കുന്നത് അവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഉത്സവ ടൈമിന് അവിടെ കുരുതി കൊടുക്കാറുണ്ട്. ആടിന്റെയും കോഴിയൊക്കെ കുരുതി കൊടുക്കാറുണ്ട്. ആ ഉത്സവം കഴിഞ്ഞ ടൈമിന് അത് ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത വർഷമേ തുറക്കത്തുള്ളൂ. ആ ക്ഷേത്രത്തിന്റെ നടയിലാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അവിടെ വെച്ച് ബസ് വന്ന് നിന്നു. ഈ ബസ് വന്ന് നിന്ന് ഈ മനുഷ്യനും ഞങ്ങളുടെ കൂടെ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇദ്ദേഹം അല്പം മദ്യപിച്ചിട്ടുണ്ട്, ഞങ്ങളും മദ്യപിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനോട് കുശലം പറഞ്ഞ് ഞങ്ങൾ അടുത്തുകൂടി. ക്യാഷ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബാഗ് കവരണം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബലാത്കാരമായിട്ട് ഞങ്ങൾ ഇത് കവർന്നെടുക്കാൻ നോക്കി. എന്റെ കയ്യിൽ എപ്പോഴും ആയുധം ഉണ്ടായിരിക്കും. എപ്പോഴും ആയുധത്തോടു കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന കഠാര ഞാൻ ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ വെച്ച് ഇദ്ദേഹത്തെ ഭയപ്പെടുത്തി ആയുധം കവരാനാണ് ശ്രമിച്ചത്. എന്നാൽ ഈ പിടിയും വലിയും നടക്കുന്നതിന്റെ അകത്ത് വെച്ച് എന്റെ കഠാര 3 പ്രാവശ്യം മനുഷ്യന്റെ കഴുത്ത് അറ്റുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ബാഗ് കവർന്നു. പിന്നെ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് 1/2 കിലോ വെള്ളി ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 1500 രൂപ, ഒരു വാച്ച്, അദ്ദേഹം മദ്യപിച്ച് വെച്ചിരുന്ന ബാക്കി മദ്യക്കുപ്പിയുടെ ബാക്കി മദ്യം, ഇതെടുത്തു ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു. ഞാൻ അവിടെ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. അടുത്ത ദിവസമാണ് നാടിനെ നടുക്കുന്ന ഈ വർത്തമാനം എല്ലാവരും അറിയുന്നത്. അന്ന് രാത്രി തന്നെ പലരും അറിഞ്ഞു. അടുത്ത ദിവസം കൂടുതലും എല്ലാവരും അറിഞ്ഞു. അപ്പോ ആ മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. ഇദ്ദേഹം 2 കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിൽ കിടന്നിട്ട് വന്നതാണ്. ജയിലിൽ കിടന്ന് വന്നിട്ട് അദ്ദേഹം നന്നായിട്ട് ജീവിക്കണം എന്നുള്ള കാരണം കൊണ്ട് സ്വർണം വെള്ളി ആഭരണങ്ങൾ പണയം എടുക്കുന്ന സ്ഥാപനം അത് ഇട്ടിട്ടുണ്ട്. അവിടെ കിട്ടിയ വെള്ളി ആഭരണങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ലോക്കറിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ അദ്ദേഹം വരുന്ന വഴിക്കാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കവർന്നത്. പക്ഷേ ഈ മനുഷ്യൻ അവിടുത്തെ വലിയൊരു ഗുണ്ടയായിരുന്നു. ഈ മനുഷ്യൻ 2 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വസ്തുത സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഈ മനുഷ്യനെ ഉപദ്രവിച്ചതുകൂടി നാട്ടിൽ ഞാൻ ഒരു ഭയാനക വിഷയമായിപ്പോയി. ഞാൻ കുപ്രസിദ്ധനായിപ്പോയി. ഞാൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ എല്ലാവർക്കും എന്നെ കണ്ടാൽ പേടിയായി. കാരണം ഈ മനുഷ്യനെ ഉപദ്രവിച്ച ആളെന്നുള്ള നിലകളിൽ എന്റെ പേരോടെ പ്രസിദ്ധമായി. പ്രത്യേകിച്ചും എനിക്ക് അവർ നാട്ടുകാരെല്ലാം കൂടെ പൂജാരി സാബു എന്ന് പേരും തന്നു. ആ പേര് തരാനുള്ള കാരണം ഈ ക്ഷേത്രത്തിന്റെ നടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വർഷത്തിലൊരിക്കൽ ക്ഷേത്രം തുറക്കത്തുള്ളൂ.
അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഒരു കുഴുതി കൊടുക്കാനാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച് മനുഷ്യന്റെ കഴുത്ത് അറുത്തത് കൊണ്ടാണ് നാട്ടുകാരെനിക്ക് പൂജാരി സാബു എന്നുള്ള പേര് തന്നത്. അതുകൊണ്ട് എന്നെ കണ്ടാൽ പിന്നെ ആളുകൾക്ക് ഭയമായി. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഞാൻ കൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി പോകും. ഈ പഞ്ചായത്തിന്റെ തീർപ്പ് കൽപ്പിക്കാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോകുമ്പോൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോയി നിർത്തും. അനുസരിക്കാത്തവരുടെ അടുക്കൽ അവരെ തല്ലാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞേക്കും. ഇങ്ങനെ കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞാൻ അങ്ങ് മാറി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്നെ എല്ലാവർക്കും പേടിയായി. പെൺകുട്ടികൾ ഉൾപ്പെടെ ആ സ്ത്രീകൾക്ക് എന്റെ നേരെ നടന്നു വരാൻ ഭയമായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓടി ഏതെങ്കിലും വീടുകളിലോ കടവരാന്തകളിലോ ഒക്കെ കയറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ഏതാണ്ടാണ് എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ട്. എല്ലാവർക്കും എന്നെ കണ്ടാൽ പേടിയാണ്. ഞങ്ങൾ അന്ന് അവിടെയൊക്കെ യാത്ര ചെയ്യാൻ പോകുന്ന ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കത്തില്ല. ഞങ്ങളുടെ പ്രസിദ്ധമായി, പേരൊക്കെ പ്രസിദ്ധമായി. ഞങ്ങള് 3 പേരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ത്രിമൂർത്തികൾ എന്ന ആളുകളൊക്കെ വിളിച്ചിരുന്നു. ഞങ്ങളെല്ലാവർക്കും പേടിയാണ്, ബസ്സിൽ ടിക്കറ്റ് എടുക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നയിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടേഷൻസ് ഒക്കെ എടുക്കും, കൊച്ചു കുഞ്ഞു കൊട്ടേഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മണാർകുടിയിൽ ഒരു മനുഷ്യനെ ഭൂമിയിൽ നിന്ന് മാറ്റാൻ ഒരു കൊട്ടേഷൻ ഞാൻ എടുത്തു. ഈ മനുഷ്യൻ 3ഓളം കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിൽ കിടക്കാണ് ആ സമയത്ത്. എന്റെ സുഹൃത്തിന്റെ വല്യമ്മയുടെ മകനെയും ലാസ്റ്റ് ആയിട്ട് ഇവൻ കൊലപ്പെടുത്തി. ആ കേസിൽ ഇദ്ദേഹത്തെ പിടിച്ചു ജയിലിലിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ യാദർച്ഛികമായിട്ട് എന്റെ സുഹൃത്തിനോടൊപ്പം ആ ഭവനത്തിൽ പോയതാണ്. അവരുടെ കണ്ണുനീരും ഇവൻ ചെയ്ത ഈ ക്രിമിനലിസം ഒക്കെ കേട്ടപ്പോൾ ഞാൻ ആ ദൗത്യം ചെയ്യാമെന്ന് പറഞ്ഞ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ഞാൻ അവനെ വകവരുത്താമെന്ന് ഏറ്റെടുക്കുകയും അവന് വേണ്ടിയിട്ട് പല പ്രാവശ്യം ജയിലിൽ നിന്ന് ഇവനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഓൺ ദ വേയിൽ ഇവനെ വകവരുത്താനൊക്കെ ഞങ്ങൾ നോക്കി, നടന്നില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ 6 മാസം ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ തന്നെ സ്റ്റേ ചെയ്ത് വരുന്ന ഒരു ദിവസം ഇവൻ ഫിലിം കാണാൻ തിയേറ്ററിലുണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. വിവരം കിട്ടി. ആ സമയത്ത് ഞങ്ങൾ ഇവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ ഫിലിം കഴിഞ്ഞു, ഫസ്റ്റ് ഷോ കഴിഞ്ഞു. ഇവൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ഇവന്റെ ഒരു സുഹൃത്തുമുണ്ട്. എന്നാൽ എന്റെ സുഹൃത്ത് അപ്പാടെ പൊക്കളഞ്ഞു. അവൻ എന്നെ ഒറ്റയ്ക്കാക്കി അവൻ പോയി. എന്റെ കയ്യിൽ മാത്രം വാളുണ്ട്, ആയുധം വെച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. സിനിമ കഴിഞ്ഞ് പുറത്തു വന്ന ഇവനെ ഞാൻ ഉപദ്രവിച്ചു. എന്റെ ആയുധം ഇവന്റെ മുകളിൽ ഉയർന്നു താന്നു. ഒരു എന്താ പറയണ്ട, നമ്മളൊരു വാഴ നട്ടിട്ട് കൊല എടുത്തു കഴിഞ്ഞു, വാഴ വെട്ടിക്കളയും. ഈ വാഴ വെട്ടിക്കളയുമ്പോൾ അതിന്റെ ഇലയൊക്കെ വന്ന് വീണെങ്കിലും ചെറിയ ശബ്ദം ആ വാഴ ഇല ഉണ്ടാവും. എന്നാൽ ഒരു മനുഷ്യൻ വെറുതെ നിലംപരിചായി വീഴുന്നത് ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും പല പ്രാവശ്യം ഞാൻ ഇവനെ ചവിട്ടി, പല പ്രാവശ്യം എന്റെ ആയുധം എന്റെ മേൽ ഉയർന്നു താണു. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു. ഞാൻ ഈ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഞാൻ ഏതോ നേടിയ ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. ഞാൻ ഏതോ നേടി, ലോകം പിടിച്ചടക്കിയ അലക്സാണ്ടറിനെ പോലെയൊക്കെ എനിക്ക് അന്ന് തോന്നി. അപ്പൊ വേഗം എനിക്ക് കൊട്ടേഷൻ തന്ന എന്റെ സുഹൃത്തിന്റെ അടുക്കൽ ചെല്ലണം, അവനോട് ഈ കാര്യം പറയണം, പിന്നെ അവനോട് പറഞ്ഞിട്ട് ബാക്കി എന്റെ കൊട്ടേഷൻ തുക വാങ്ങണം. ഇതാണ് എന്റെ മനസ്സിലെ ആഗ്രഹം. അപ്പൊ രാത്രി ഏറെ വൈകി അവൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തി. അവനോട് ഈ വിവരം ഞാൻ പറഞ്ഞു. ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് കൊട്ടേഷൻ തുക, പിന്നെ എനിക്ക് കുറച്ചുകൂടെ മദ്യം മേടിച്ചു തരും. കാരണം അവൻ ഇത്തിരി സോഴ്സ് ഉള്ള, ബന്ധമുള്ള മനുഷ്യനാണ്. അപ്പൊ ഏതെങ്കിലും ബാറൊക്കെ തുറന്ന് രാത്രിയിൽ എനിക്ക് കള്ളു മേടിച്ചു തരും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇതൊന്നും കിട്ടിയില്ല. എന്നാൽ ഇവൻ എന്നോട് ചോദിച്ച ചോദ്യം അത് എന്റെ ജീവിതത്തെ സ്പർശിച്ചു. ആ ചോദ്യം ചോദിച്ച ഇന്ന് അവൻ അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള മുൻ പദ്ധതിയാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇവൻ ചോദിക്കണം, ഇവനാണ് എനിക്ക് കൊട്ടേഷനുള്ള ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്ന്, എന്നിട്ട് ഇവന്റെ വായിൽ നിന്ന് വന്ന ചോദ്യമാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതപ്പെടുത്തിയത്. അന്ന് എനിക്ക് അത്ഭുതമായി തോന്നിയില്ല. അന്ന് അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് അത്ഭുതമായി തോന്നിയില്ല. ഇന്ന് തന്നെ അത്ഭുതപ്പെടുത്തി. ദൈവത്തിനൊരു മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്തിനല്ല, അതിനു മുമ്പേ. പൗലോസ് പറയുന്നത് ഭൂമിക്കും ഭൂമണ്ഡലത്തിലും അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ എന്ന പദ്ധതി എന്നാണ് പറയുന്നത്. അതിനു മുമ്പേ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവൻ എന്നോട് ചോദ്യം, എടാ ദുഷ്ട പാപി, നിന്റെ അമ്മ പ്രസവിച്ചതുപോലെ ഏതോ ഒരു അമ്മ പ്രസവിച്ചതല്ലേ അവനെ ചോദിച്ചു. ഇത് എന്നെ അങ്ങ് ഫീൽ ചെയ്യും. ശരിയാണ്, ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നെ പോലെയാണ് വേറെ ഒരാളെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അടുത്ത ഇവന്റെ ചോദ്യം, നിന്നെ പോലെ അവന് സ്വപ്നം ഉണ്ടായിരുന്നു, നിന്റെ സമപ്രായമല്ലേ. എനിക്ക് കൊട്ടേഷൻ തന്ന അവൻ എന്നോട് പറയുന്ന ഈ വാക്ക് എന്റെ ജീവിതത്തെ പിന്നെയും വലിയ പിടിച്ചു കുലുക്കി. പിന്നെ നിന്നെ പോലെ അവന് വേദന ഉണ്ടായിരുന്നില്ല. ഇത് എന്റെ ജീവിതത്തെ ആകപ്പാടെ എനിക്ക്, പിന്നെ ഞാൻ മദ്യപിച്ചാൽ സമാധാനമില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ സമാധാനമില്ല, എന്റെ പോക്കറ്റിൽ എപ്പോഴും പൈസ ഏറെ ഉണ്ടായിരിക്കും, പിന്നെ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഇതെന്റെ മനസ്സിനകത്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്കറിയാം, എന്റെ
ഞാൻ മെന്റൽ ഡിസോർഡർ ആയിപ്പോയി, ഞാൻ ഭ്രാന്തനാകും, പൂർണ്ണമായിട്ട് അറിയാം. കാരണം ഈ ചിന്ത വന്നു, ശരിയാണല്ലോ, അന്ന് വരെ ഞാൻ ഒരുപാട് മനുഷ്യരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ ഉപദ്രവിച്ചു. ഞാൻ ഒരു സാഡിസ്റ്റ് ആയിട്ട് ജീവിച്ച മനുഷ്യനാണ്. കാരണം മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്നതിൽ എനിക്കൊരു രസം കണ്ടെത്തിയ മനുഷ്യനായിരുന്നു. ആളുകളെ ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ കൈ ഞാൻ കത്തി കൊണ്ടോ വാളുകൊണ്ടോ വെട്ടി ഞാൻ ഇങ്ങനെ രസം കാണുന്ന ഒരു മനുഷ്യൻ. കോഴിയെ ജീവനോടെ ഉരിച്ച് നടക്കാൻ പറ്റും. സാഡിസ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഈ ഇതിലൂടെ കാണുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനൊക്കത്തില്ല. അത്രത്തോളം സാഡിസ്റ്റ് ആയിട്ട് ഞാൻ ജീവിച്ചു. അപ്പോ ഇവന്റെ ഈ ചോദ്യം എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതിന്റെ സമനിലയൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നി. നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ട്രിവാൻഡ്രത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. അപ്പൊ മമ്മി എവിടെയാണെന്ന് അറിഞ്ഞൂടെ. എന്റെ പിന്നെ ചിന്ത പോയി, മമ്മി എവിടെയാണെന്ന് അറിയില്ല, ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്, ഇങ്ങനെയുള്ള പല ചിന്തകളും എന്നെ അലട്ടാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കൊല്ലത്ത് ആണ് ആദ്യം വന്നത്. എന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കാണാൻ പോയി. അവനും എന്നെ കണ്ടിട്ട് പറഞ്ഞു, നിന്റെ മൈൻഡ് ലെവൽ വളരെ മോശമാണ്, നിനക്ക് മൈൻഡ് ഡിസോർഡർ ആവും, നീ ഭ്രാന്തനായി പോകും. ഞാൻ പറഞ്ഞു, എനിക്കത് അറിയാം, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവനും പരിഹാരം പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്തിലേക്ക് മടങ്ങി വന്നു. അവൻ എനിക്ക് കുറച്ച് ബസ്സിന് കാശൊക്കെ തന്നു. ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക് തിരിച്ചു വന്നു. ട്രിവാൻഡ്രത്തിലേക്ക് വന്നു. എന്ത് ചെയ്യണമെന്ന് ആക്ച്വലി എനിക്കറിയില്ല, എവിടെ പോകണമെന്ന് അറിയില്ല, എനിക്ക് വീടില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഐ എം ക്യാരിങ് ഒരു 2 or 3 ജോഡി ഡ്രസ്സ്, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ്, ഞാൻ അത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ല, അങ്ങനെ എനിക്ക് ജോലി കിട്ടാനും സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഹോട്ടലുകളിലെല്ലാം കയറി ജോലി ചോദിച്ചു. അപ്പൊ എനിക്ക് സൗത്ത് ഇന്ത്യൻ ദോശ, പൊറോട്ടാസ് ഇതെല്ലാം എനിക്ക് മേക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ ഞാൻ ജോലി ചോദിച്ചപ്പം പലരും എവിടത്തുകാരനാന്ന് ചോദിച്ചപ്പം ഞാൻ ട്രിവാൻഡ്രം എന്റെ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞപ്പം അവര് ജോലി തരാൻ അവർക്ക് മടിയാണ്. ഇവിടത്തുകാരനായത് കൊണ്ട് മടിയാണ്, അവർക്ക് ജോലി തരുന്നില്ല. കാരണം ഞങ്ങൾ എയർപോർട്ടിനടുത്തുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ പോലെയുള്ള ഒരു ഏരിയയാണ്. എയർപോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഭയമാണ്. അന്നൊക്കെ ഓട്ടോക്കാർ പോലും അൺടൈം ആയാൽ വരത്തില്ല, അവിടെ വരാൻ വലിയ പേടിയാണ്, അതുകൊണ്ട് വരത്തില്ല. അപ്പൊ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് ജോലി തരാൻ മടിയാണ്. ഞാനൊരു തമിഴന്റെ കടയിൽ ചെന്നു, ഓവർബ്രിഡ്ജിനടുത്താണ്. കടയിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യാ ഏதாவது വേല പോട്ട് കൊടുക്കുന്നു. ഞാൻ തമിഴിലാണ് സംസാരിക്കുന്നത്, കാരണം ഞാൻ ഫ്ലുവന്റ് ആയിട്ട് നന്നായിട്ട് തമിഴ് സംസാരിക്കും. അയ്യാ ഏதாவது വേല പോട്ട് കൊടുങ്ങ അയ്യാ. അപ്പൊ അയാൾ എന്നോട് ചോദിക്കുക, എന്തോ ഇടാ ഉനക്ക്. ഞാൻ അദ്ദേഹത്തോട് പറയാം, ഞാൻ ഒരു മധുരയും കയ്യാ, മധുര ശരി, മധുരയിൽ എന്താണോ. അപ്പൊ മധുരയിലുള്ള അഡ്രസ് ഒക്കെ പറഞ്ഞു. അപ്പൊ അത് എന്നോട് പറയാ, പാത്ത പാവം മാതിരി ഇരിക്കുന്നു. അപ്പൊ എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ പാവമല്ല എന്ന്. അദ്ദേഹം പറയാ, പാത്ത പാവം മാതിരി ഇരിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ ജോലിക്ക് കയറ്റി. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ട്രിവാൻഡ്രം ആണെന്ന് മനസ്സിലായി, തമിഴനല്ല എന്ന് 2 മാസം കൊണ്ട് അദ്ദേഹത്തിന് ബോധ്യമാകുന്ന നിലകളിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ എന്നെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എന്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ജസ്റ്റ് കുറച്ചൊരു മാറ്റം വന്നെങ്കിലും മാനസിക നിലവാരങ്ങൾക്ക്, സമാധാനത്തിന് എനിക്കൊരു പൂർണ്ണമായ സമാധാനം ഒന്നും പ്രാപിക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് ഫിസിക്കലി ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ആളുകളുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നെ എന്റെ മനസ്സിൽ ചിന്ത കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടാക്കണം, എവിടെയെങ്കിലും പോകണം. അങ്ങനെ എന്റെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഇങ്ങനെ പല പ്ലാനും ഇങ്ങനെ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് സബ് ജയിലിനടുത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ സബ് ജയിലിന്റെ ഉയർന്ന മതിൽ കണ്ടപ്പോ എനിക്ക് വലിയൊരു ആഗ്രഹം. കാരണം തമിഴ്നാട്ടിലുള്ള ജയിലിലല്ല ഞാൻ കിടന്നിട്ടുണ്ട്, തമിഴ്നാട്ടിലെ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഈ കേരളത്തിലുള്ള ജയിലിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഉള്ളിൽ ഉണ്ടായ ആഗ്രഹം, ഇത് ഉണ്ടാകാനുള്ള കാരണം തമിഴ്നാട്ടില് നാഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ രാവിലെ ഈ കൂള് തരും. കൂള് മീൻസ് പൂവരവ് കഞ്ഞി, ഉപ്പിടത്തില്ല. തമിഴ്നാട്ടുകാർ പറയുന്നത് ഉപ്പ് പോട്ട റോഷം വരും എന്ന് പറഞ്ഞ് ഉപ്പിടത്തില്ല, ഉപ്പിടാതെ കഞ്ഞി തരും. അപ്പൊ ഈ കഞ്ഞി ഇങ്ങനെ കുടിക്കണം, രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് കുടിക്കണം. ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് അടി കിട്ടും. ഇതെന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അടിക്കണം, നമ്മൾ തല്ലണം, മനുഷ്യയാണ്. കാരണം എപ്പോഴും ഭയത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരതൊക്കെ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കളയും നമ്മുടെ ചിന്തയിലാണ് ഓഫീസർമാർ നമ്മളെ തല്ലുന്നത്. അപ്പൊ രാവിലെ എന്തായാലും അടി കിട്ടും, അതിന് അവർ എന്തെങ്കിലും കാരണം കണ്ടെത്തും. അപ്പോ നമ്മളിങ്ങനെ കഞ്ഞി കുടിക്കാൻ താഴെ കുനിഞ്ഞു നോക്കി കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അവരെ കള്ളനെ പോലെ കുനിഞ്ഞു കുടിക്കുന്നോണെന്ന് ചോദിച്ചാൽ അടി തരും. ഇനി നേരെ നോക്കി കുടിച്ചാൽ പറയും, മതില് ചാടാനാണോടാ നേരെ നോക്കുന്നതെന്ന് ചോദിച്ചാൽ അടി കിട്ടും. അപ്പൊ രാവിലെ കഞ്ഞിയോടൊപ്പം അടി ഉറപ്പാണ്. ഈ അടി വാങ്ങിച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്റെ റൂമിൽ കിടക്കുന്ന റൂംമേറ്റായ പ്രതിയുടെ ആശ്വാസവാക്ക്, സാബു ഇങ്കെല്ലാം എപ്പിടിതാ കേരളാൽ എപ്പിടിന്റെ സൂപ്പർ സാപ്പാട്. എന്നോട് പറയാം, കേരളാല് സൂപ്പർ സാപ്പാട്. അപ്പോ കരിക്കുളമ്പ് ഇருக்கு, അതായത് ഇറച്ചിക്കറി ഉണ്ടെന്നാ പറയുന്നത്. ഈ കരി എന്ന് പറഞ്ഞാൽ ഇറച്ചി എന്നാ. കരിക്കുളമ്പ് ഇருக்கு, മുട്ടക്കുളമ്പ് ഇருக்கு, മീൻകുളമ്പ് ഇருக்கு. ഇവൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും അവിടുത്തെ ഫുഡിന്റെ കാര്യം.
അപ്പൊ ഇവൻ പറയുന്ന എല്ലാം ആകെ കടയ്ക്കും. അപ്പൊ എന്റെ ഉള്ളിൽ ഇത്രയും നല്ല ഫുഡാണോ അവിടെ കിട്ടുന്നത്? കാരണം ഇവിടെയൊക്കെ ജയിലിൽ കിട്ടുന്ന ഈ കളി ഉരുണ്ട എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉരുണ്ട തരും. കർണാടകയിലൊക്കെ മോദ എന്ന് പറയും. ഇവിടെ ചെറിയൊരു ഉണ്ടയാണ്, റാഗി ബോളാണ്. റാഗി ബോൾ തരും, അല്പം പട്ടച്ചോറ്, ഒരു അളവ് ചോറ്, അത്രയും ഒരു വെള്ളം പോലെ ഒരു കറി കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ വിശപ്പ് കൊണ്ട് നമ്മൾ കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇവൻ ഈ ഫുഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇനി കേരള ജയിലിൽ കിടക്കാം. അങ്ങനെ അന്ന് അവിടെ കൂടെ പോകുമ്പോൾ ഈ മതില് കണ്ടിട്ട് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഈ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ, അപ്പൊ ഈ ജയിലിൽ കിടക്കാനുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നു. എന്നാൽ അന്ന് ഒരു കേസിൽ ഞാൻ പിടിക്കപ്പെടുക. അന്ന് തന്നെ ഒരു കേസിൽ ഇടപെട്ടു. ആ കേസിൽ എന്നെ പിടിക്കപ്പെട്ടു. അങ്ങനെ ട്രിവാൻഡ്രത്ത് എന്നെ ഒരു സ്റ്റേഷനിൽ കേസ് ചാർജ് ചെയ്തു. നേരെ ജയിലിലേക്ക് ഒരു 3-4 ഡേയ്സിനകത്ത് എന്നെ കൊണ്ടുവരുന്നു. ഇപ്പോഴൊക്കെ വചനം പഠിക്കുന്നത്, അന്ന് എനിക്ക് ഈ വചനം ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ വചനം പഠിച്ചപ്പം രസകരമായി ഞാൻ ചില സ്ഥലത്ത് പറയാറുണ്ട്, നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവം. അതുപോലെ എന്റെ ചിന്തയും ആഗ്രഹവും ചോദ്യവും ചിന്തയൊക്കെ അതായിരുന്നു. അന്ന് തന്നെ ജയിലിൽ ഞാൻ വന്നു. അവിടെ ഏകദേശം ഞാൻ അവിടെ ആയ വിവരം ആർക്കും അറിയത്തില്ല. എന്റെ നാട്ടിലുള്ള ഇവിടെയുള്ള ഫ്രണ്ട്സിന് ഞാൻ ഇവിടെയുള്ള വിവരം, ഞാൻ ഹോട്ടലിലാണല്ലോ ഞാൻ ജോലി ചെയ്തത്, മമ്മി എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ എനിക്ക് ഹോപ്പ്ലെസ് ആ, എന്നെ പുറത്താക്കാൻ ആരുമില്ല. പക്ഷെ എനിക്ക് അവിടുത്തെ ആശ്വാസം എന്ന് പറഞ്ഞാൽ, എന്റെ ആശ്വാസം എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുള്ളൂ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ദിവസങ്ങളിൽ കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ആ മനുഷ്യനെ ഉപദ്രവിച്ചതോടി ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ആ മനുഷ്യൻ എന്റെ കയ്യിൽ മരണപ്പെട്ടിട്ടില്ല. ആ മനുഷ്യനെ മരണപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ആ കുറ്റബോധം എനിക്ക് ഉണ്ടാകുമായിരുന്നു. മരണപ്പെട്ടു പോയില്ല. ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഇരിപ്പില്ല. വേറൊരു അവരുടെ സംഘങ്ങൾ തന്നെ അയാളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി അയാളുടെ പേരിൽ ഇന്നൊരു നനവ് മണ്ഡപം ഉണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ട്. അവിടെ പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റുക. ഈ മണ്ണാർകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നെടുവാക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ബസ് സ്റ്റാൻഡ് അവന് വേണ്ടിയിട്ട് അവിടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത് വെച്ചു. അപ്പൊ ഞാൻ ഈ ജയിലിൽ കിടക്കുകയാണ്. എന്റെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ഞാൻ ഇവിടെ കിടക്കുന്നു. കുഴപ്പമില്ല, ഞാൻ അങ്ങനെ കിടന്നു. അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ ഈ ആൾക്കാരെല്ലാം അവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരും. പള്ളി എന്ന് വിളിക്കും. അപ്പൊ ഞങ്ങളെ ഈ എന്റെ വരാണ്ടയിൽ കൊണ്ടുവന്നിരുത്തി ആൾക്കാരെല്ലാം ഇങ്ങനെ പോയി നിൽക്കും, പാട്ടുപാടും ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച ഈ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ നീ കണ്ടു നീ ഭയപ്പെടേണ്ടെന്ന പാട്ട് കേൾക്കും. ഇതെന്നെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ആ പാട്ട് എന്നെ അട്രാക്ട് ചെയ്തു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ, ഉറക്കമില്ലാത്ത രാത്രിയിൽ, ജയിലിലെ ഒത്തിരി സിസ്റ്റം ഉണ്ട്. ഉറക്കം വന്നില്ലെങ്കിലും കിടക്കണം എന്നുള്ളതാണ് ജയിൽ സിസ്റ്റം. എഴുന്നേറ്റിരിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ജയിലിലെ അവിടെ കിടക്കുന്ന സമയത്ത് ആരോ ഉപേക്ഷിച്ചു പോയ ഒരു സുവിശേഷ ലഘുലേഖ അവിടെ കിടക്കുക. ഞാൻ ഇതെടുത്ത് വെച്ച് വായിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ അപ്പന്റെ ഇളയ മകനെ കുറിച്ച് പറയുന്ന വിവരണമാണ് അതിനകത്തുള്ളത്. ഞാൻ ഇതെടുത്ത് വെച്ച് വായിച്ചു. ആക്ച്വലി അതുവരെയും ബൈബിളിൽ ആയിട്ടൊന്നോ, എനിക്ക് ബൈബിളിനെ കുറിച്ചൊന്നും അറിയില്ല. അതെടുത്ത് വെച്ച് വായിച്ചു. എനിക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതല്ല, അതെനിക്ക് രാത്രി വളരെ സമാധാനപരമായി സുഖകരമായി ഉറങ്ങാൻ കഴിയും. എന്നെ എന്താണ്ട് സ്പർശിച്ചു. എനിക്ക് അത് മാത്രം അറിയാം. ഞാനൊരു ബൈബിൾ കോളേജിന്റെ പ്രോഡക്റ്റ് അല്ല. എന്റെ ഫാമിലിയിൽ പാസ്റ്റേഴ്സ് ഇല്ല, ആരുമില്ല. എന്റെ ഫാമിലിയിൽ എന്റെ മമ്മിയുടെ ചേച്ചി വന്ന് കന്യാസ്ത്രീയാണ്. പിന്നെ എന്റെ ഒരു അങ്കിള് മമ്മിയുടെ ബ്രദർ വന്നിട്ട് അച്ഛനാണ്, കാത്തലിക്കിലെ അച്ഛനാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഈ പ്രാർത്ഥനയോ കൂട്ടായ്മയോ ഒരു ബന്ധമില്ലാത്ത മനുഷ്യൻ. എനിക്ക് ഹിന്ദുസം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറിയാം. ഈ ക്രിസ്ത്യാനിറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാത്ത മനുഷ്യൻ. ബട്ട് അന്ന് രാത്രി ഞാൻ സുഖകരമായിട്ട് പോകും. പിന്നെ ഈ പാട്ടെല്ലാം കേൾക്കുമ്പോൾ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കറിയില്ല, എന്നെ അതിലോട്ട് ഏതാണ്ട് ആകർഷിക്കും. ഇത് മാത്രം എനിക്കറിയാം. അന്ന് വരെ എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ബട്ട് ഇവര് വന്നിട്ട് പള്ളിയിൽ പോകാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ജയിലിന്റെ കമ്പിയിൽ തട്ടി വിളിക്കും. പള്ളി പോകാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ ചോദിക്കും. അപ്പൊ എനിക്ക് അവരോട് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ക്യാൻ യു ഗിവ് മീ പീസ്? നിങ്ങൾക്ക് സമാധാനം തരാനൊക്കെ. കാരണം എനിക്കില്ലാത്ത അതാണ്. എന്നിട്ട് ഞാൻ തന്നെ അതിന് മറുപടിയും കണ്ടെത്തും. ഒരു മനുഷ്യനും ലോകത്തിൽ സമാധാനം തരാൻ പറ്റും. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ അവരോട് ചോദിക്കുന്നത്? ഉത്തരം ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ പിന്നെ പോകത്തില്ല, പള്ളിയിലൊന്നും ഞാൻ പോകത്തില്ല, അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ജയിലിൽ എന്റെ പഴയ സ്നേഹിതന്മാരിൽ ഒരാള് മറ്റൊരു ക്രൈം കേസിൽ പെട്ടു. അവൻ ജയിലിൽ വന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ കാണുന്നത്. നാട് വിട്ടു പോയതിനു ശേഷം അവൻ കണ്ടിട്ടില്ല. എന്നെ കണ്ട് എന്നോട് ചോദിച്ചു, സാബു നീ ഇവിടെ കിടക്കുകയാണ്? ഞാൻ പറഞ്ഞാ നമ്മളെ പോലുള്ള സ്ഥലമല്ലേ. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല, നിന്റെ മമ്മി ഇവിടെ ഉണ്ട്, എന്റെ മമ്മി നിന്നെ അന്വേഷിച്ച് നടക്കും. അതെന്നെ വളരെ ഇതായി, എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ ചോദിച്ചു മമ്മി എവിടെ ഉണ്ട്? കുറച്ച് വലിയതുറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ ചോദിച്ചു മമ്മി എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കുഞ്ഞു വീട് വാടകയ്ക്ക് എടുത്ത് മമ്മി അവിടെ താമസിക്കുകയാണ്. ഞാൻ ചോദിച്ചു മമ്മി ഫുഡിനൊക്കെ എന്ത് ചെയ്യുന്നു?
അപ്പൊ മമ്മി അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നു, പിന്നെ ഫിനോയിൽ ഉണ്ടാക്കുന്നു, വിനീഗർ ഉണ്ടാക്കുന്നു, ഡോർ ടു ഡോർ ഇത് കൊണ്ടുവന്ന് മമ്മി കൊടുക്കുകയാണ്. നോക്കണം, എന്റെ മമ്മി പറഞ്ഞുള്ള അറിവുണ്ട്. മമ്മിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് മലേഷ്യയിലാണ്. ഡോക്ടറാണ്, ഡോക്ടർ ഫാമിലിയിലുള്ളതാണ് എന്റെ മമ്മി. എന്റെ മമ്മിയുടെ പപ്പ ഡോക്ടറാണ്. അപ്പൊ ഇങ്ങനെ വെൽ ഫാമിലി ആയിരുന്നു. മമ്മി പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട്. 6 വേലക്കാരും മമ്മിയെ കല്യാണം കഴിച്ചിട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. മമ്മി പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് കാറിൽ കൊണ്ടുപോകുന്ന ഈ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. എന്റെ മകൻ ഇംഗ്ലീഷ് സംസാരിക്കും. അതുകൊണ്ട് ദൈവം എന്നെ ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് അങ്ങനെ കിട്ടി. കുഞ്ഞുനാൾ മുതൽ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാനുള്ള ഒരു ക്രമീകരണം എനിക്കുണ്ടായി. അപ്പൊ എന്റെ മമ്മിയെ ഇങ്ങനെ അപ്പൊ എനിക്ക് തോന്നി ഇത്രയും കഷ്ടപ്പെടുന്നു. 10 മക്കളെ പ്രസവിച്ച അമ്മയ്ക്ക് ഒരു മോനും കൂടെ ഉപജീവന മാർഗങ്ങളിൽ വേണ്ടി വീടുകളിൽ കയറി ഇറങ്ങി എന്റെ മമ്മി ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും എന്റെ മമ്മിയെ ഇങ്ങനെ പരിഹസിക്കും. ആ മോനെ അങ്ങ് കളഞ്ഞേക്കും, അവൻ നന്നാവത്തില്ല, അവന്റെ പുറകെ നടക്കരുത്. മമ്മിക്ക് ആ ദിവസങ്ങളിലെല്ലാം മമ്മിക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്, എന്നെ ഇഷ്ടമാണ്. കാരണം പറഞ്ഞു, ഞാൻ അവനെ കളഞ്ഞ അവൻ ആരുമില്ല, മറ്റുള്ളവർക്ക് ബ്രദേഴ്സ് തമ്മിലെങ്കിലും ആരെങ്കിലും ഉണ്ട്, അവൻ ആരുമില്ല. ഇങ്ങനെ നടക്കും. എന്നെ ഭയങ്കര സ്നേഹമാണ് എന്റെ മമ്മി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എന്റെ മമ്മിയെ തുടർന്ന് വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ പുറത്തു പോകുമ്പോ ഞാൻ ഇവിടെയുള്ള വിവരം പറയരുത്. അതിൽ ഒരുപാട് കാരണമുണ്ടല്ലോ. ഒന്ന്, ഞാൻ പറഞ്ഞു, ഞാൻ ഈ നേരത്തെ നാഗപട്ടണം അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ താമസിച്ചു വരുന്ന സമയത്ത് ഒരു മനുഷ്യനെ ഞാൻ ഉപദ്രവിച്ചു. ഒത്തിരി പ്രാവശ്യം കടാര കൊണ്ട് കുത്തി. അവൻ അരേഞ്ച് വ്യത്യാസത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കേസിന് എന്നെ പിടിച്ചു നാഗപട്ടണം ജയിലിലിട്ടിരിക്കുന്ന സമയത്ത് എന്റെ മമ്മിക്ക് പുറത്തിറക്കാൻ കാശില്ല. മമ്മിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. മമ്മി ആ ടൈമിൽ അവിടെ ഉണ്ട്, പുറത്തിറക്കാൻ കാശില്ല. ഇപ്പൊ മമ്മി ഈ നമ്മുടെ ആന്റിമാരൊക്കെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തലയിൽ തുണിയിടുന്നത് പോലെ തുണി ഇട്ടിട്ട് വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ ചെന്ന് ബെഗ് ചെയ്ത് ഭിക്ഷ എടുത്തു എന്റെ മമ്മി ആ പൈസ സ്വരൂപിച്ചു. ആ പൈസ കൊണ്ടുവന്ന് നാട്ടിലെ എന്റെ മമ്മിയുടെ റിലേറ്റീവ്സ് ഒക്കെ വെല്ലാണ്, അവർക്ക് കുറച്ച് നല്ല ഹൈഫൈ ടീമാണ്. ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പറയും, എന്റെ മോൻ സാബു ജയിലിലാണ്, അവനെ ഇറക്കാൻ കാശ് തന്നു. ഇവരെല്ലാം പറയും സാബുവിനെ കളഞ്ഞേക്ക്, നന്നാവത്തില്ല. മമ്മിക്ക് അന്ന് ഞാൻ പറഞ്ഞു, യേശുവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒന്നും എന്റെ മമ്മിക്കില്ല. കാരണം മമ്മി അന്ന് ഹിന്ദുസത്തിൽ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് പോവാണ് എന്റെ മമ്മി. ഇയറിനണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതും, ഞാൻ പറഞ്ഞു നേരത്തെ സേവ ചെയ്യുമ്പോഴെല്ലാം ഇയറിനോടുകൂടിയാണ് മമ്മി നിൽക്കുന്നത്. അപ്പൊ മമ്മിക്ക് ഈ യേശുവിനെ കുറിച്ചുള്ള വലിയ അറിവ് എന്റെ മമ്മിക്ക് അപ്പോഴും ഇല്ല. അപ്പോ എന്റെ മമ്മി പക്ഷെ പറയും, ഇല്ല എന്റെ മോൻ ഒരു ദിവസം നന്നാവും. എന്നെ കേൾക്കുന്ന രക്ഷകർത്താക്കളോട് പറയാം, വഴിതെറ്റി നടക്കുന്ന മക്കൾ കണ്ടേക്കാം, പക്ഷെ അവരെ കുറിച്ച് നല്ല പ്രത്യാശയുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും പറയണം. അവര് നന്നാവും, തീർച്ചയായിട്ടും നന്നാവും. എന്റെ മമ്മി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ മോൻ നന്നാകും. എന്റെ മമ്മി അവരോടെല്ലാം പറയും. അപ്പോ ഇതാണ് ജയിലിൽ കിടന്നുമ്പോ ഓർത്തത്. എന്റെ മമ്മിക്ക് ഞാൻ ഇതുവരെയും എന്റെ ഓർമ്മ വെച്ചിട്ട് സമാധാനം കൊടുത്തിട്ടില്ല. ഞാൻ കാണാൻ എന്റെ മമ്മി പോലീസ് സ്റ്റേഷൻ, ജയിലുകള്, പിന്നെ ഇങ്ങനെ ഒത്തിരി ഒരുപാട് സഫർ ചെയ്തു. ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ വേറെ വഴി അറിഞ്ഞില്ല, മാർഗം അറിയത്തില്ല. ഞാൻ അന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഒരു നല്ല മാർഗത്തിലേക്ക് തിരിച്ചു തന്നിരുന്നെങ്കിൽ. ആരും എന്നോട് അടുക്ക വന്നിട്ടില്ല. അപ്പോ എനിക്ക് ആരെങ്കിലും എന്റെ അടുക്ക വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ആരും എന്റെ അടുക്ക വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ അപ്പൊ ഞാൻ ഇവനോട് പറയുക, നീ പുറത്തിറങ്ങുമ്പോ, കാരണം അവൻ ആദ്യം ഇറങ്ങും, എനിക്കറിയാം എന്നെ ഇറക്കാൻ ആരുമില്ല, മമ്മിയോട് ഞാൻ ഇവിടെ ഉള്ള വിവരം പറയുന്നു. കാരണം എന്റെ മനസ്സിൽ ചിന്ത, ഞാൻ പുറത്തു പോയാൽ പഴയതുപോലെ ജീവിക്കും, എന്റെ മമ്മിക്ക് വീണ്ടും കഷ്ടം ഞാൻ കൊടുക്കും, അതിനേക്കാളും ഞാൻ ഇവിടെ കിടക്കുന്നതല്ലേ നല്ലത്. എന്നാൽ ആ സമയത്ത് പുറത്തു നടക്കുന്നത് വേറൊന്നായിരുന്നു. എന്റെ മമ്മിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മമ്മി പറഞ്ഞുള്ള അറിവാണ്, പെറ്റക്കോസ്റ്റുകാരെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ എന്റെ മമ്മിക്ക് ഇഷ്ടമില്ല, അവരെ വേറ്റി കേട്ടത്തില്ല. പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടമില്ലായിരുന്നു എന്റെ മമ്മി. അപ്പൊ എന്റെ മമ്മി ഒരിക്കൽ മന്ത്രവാദിയുടെ അടുക്ക പോയിട്ട് വരിക. മമ്മി പിന്നീട് എന്നോട് പറഞ്ഞതാണ്, മന്ത്രവാദിയുടെ അടുക്ക പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് മഷിയിട്ട് നോക്കാൻ പോയതാണ്. അപ്പൊ അന്ന് വലിയതോറ ചർച്ച് ഓഫ് ഗോഡിൽ പോകുന്ന, അന്ന് അവിടെ ജോസ് ബേബി പാസ്റ്ററാണ് അവിടുത്തെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നത്. ആ ചർച്ച് ഓഫ് ഗോഡിൽ പോകുന്ന ഒരു സഹോദരി എന്റെ മമ്മിയെ കണ്ടിട്ട് ചോദിച്ചു, ആന്റി എവിടെ പോയിട്ട് വരിക? അപ്പൊ പറഞ്ഞു, ഞാൻ ഈ മന്ത്രവാദിയുടെ അടുക്ക പോവുക. ചോദിച്ചു, എന്തിനാ പോയത്? എന്റെ മകൻ എവിടെ ആണെന്ന് അറിയില്ല, എന്റെ മകൻ മടങ്ങി വരുമോ എന്ന് അറിയണം, അതിനെ മഷിയിട്ട് നോക്കാൻ പോയതാ. അപ്പൊ ഈ സഹോദരി ചോദിച്ചു, മമ്മിയോട് ചോദിച്ചു, ആന്റിക്ക് മോനെ അവിടെ പോയി മഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയോ? പറഞ്ഞില്ല, കിട്ടിയില്ല. അപ്പൊ അവര് ഒരു മാർഗം നിർദ്ദേശിച്ചു കൊടുത്തു, റെമഡി പറഞ്ഞു കൊടുത്തു, ഒരു പരിഹാര മാർഗം ഇങ്ങനെ പറയാ. ഇവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് ദൈവമക്കളുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്.
നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മകൻ തിരിച്ചു വരും. അതുവരയ്ക്കും ആ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്നും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഉള്ള ഇങ്ങനെയുള്ള അറിവ് എന്റെ മമ്മിക്കില്ല. പക്ഷെ പെന്തക്കോസ്തുകാർ ഇഷ്ടമല്ല. എന്നാൽ മകൻ മടങ്ങി വരണം എന്ന ഒറ്റ റീസൺ കൊണ്ടാണ് മമ്മി ഈ സഹോദരിയുടെ കൂടെ ആ ചർച്ച് പോകുന്നത്. പാസ്റ്ററോട് കാര്യം പറഞ്ഞു. പാസ്റ്ററും പാസ്റ്റർ അമ്മാമയും എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഉറപ്പാണ് അതിന്റെ ഫലമായിട്ട് ഈ എന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന സഹോദരൻ ഇവന് ആദ്യം പുറത്തിറങ്ങി എന്റെ മമ്മിയെ കണ്ടു. മമ്മിയെ കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു സാബു ജയിലിലുണ്ട്. മമ്മിക്ക് ഉറപ്പായി പ്രാർത്ഥന ദൈവം കേട്ടു. ഇല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് കാണാതായ മോനെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. എന്റെ മമ്മിക്ക് ഉറപ്പായി. എന്റെ മമ്മിക്ക് വിശ്വാസം കൂടി. എന്റെ മമ്മി എന്നെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു വന്നു. എന്നെ ചച്ചക്കോടിൽ കൊണ്ടുപോയി. പക്ഷെ ഞാൻ അൺകംഫർട്ടായിരുന്നു. അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എന്റെ മനസ്സിലെ ചിന്ത, എനിക്ക് മാനസാന്തരം വന്നിട്ടില്ലല്ലോ. എനിക്ക് കുറച്ചോ ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ. കാരണം ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല, ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അവിടെ പോയി ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലെ ചിന്ത എനിക്ക് വീണ്ടും പുക വലിക്കണം, മദ്യപിക്കണം. പിന്നെ ഞാൻ അന്ന് അവിടെ സാക്ഷി ടൈം വരെ മാത്രമേ ഇരുന്നുള്ളൂ. എനിക്ക് ഇവരെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്യഭാഷ പറയുന്നതൊക്കെ എനിക്കൊരു പുതുമ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ ചേരുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി പഴയ അവസ്ഥയിൽ തന്നെ ഞാൻ തുടർന്നു. മമ്മി ആ സമയത്ത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്റെ അമ്മ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. എന്റെ അമ്മ സ്നാനപ്പെട്ടു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. മമ്മി എന്നെ വിളിച്ചു, മോനെ എന്റെ സ്നാനോ. എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു മമ്മി സ്നാനപ്പെടുകയോ എന്ത് വേണോ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരത്തില്ല, എന്നെ വിളിക്കരുത്. ഒരൊറ്റ വാക്ക. പലപ്പോഴും എന്റെ മമ്മി ബൈബിള് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെക്കാൻ, ബെഡ്റൂമിലൊക്കെ കൊണ്ടുവയ്ക്കാനൊക്കെ എന്റെ മമ്മി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും മോൻ ബൈബിള് വായിക്കട്ടെ. ഞാൻ അപ്പോഴും മദ്യപിച്ച് മതവത്തനായിരിക്കുമ്പോൾ ഈ ബൈബിള് തുറക്കും. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. സങ്കീർത്തന ഭാഗമാണ് ഈ പകുതി വെച്ച് തുറക്കുമ്പോൾ കിട്ടുന്നത്. ഒരു ലൈനും കുറച്ച് നമ്പേഴ്സും കാണും. ഞാനിത് വായിക്കാൻ ശ്രമിച്ചിട്ട് എന്റെ ഉള്ളിൽ ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ തിരിച്ച് ക്ലോസ് ചെയ്ത് വെക്കും. ഇങ്ങനെ പോയി മമ്മി അതിനകത്ത് വെച്ച് അഭിഷേകം പ്രാപിച്ചു. മമ്മി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. പിന്നെ രക്ഷിക്കപ്പെട്ട് ഞാനും കൂടെ രക്ഷയുടെ ഭാഗത്ത് വന്നപ്പോഴാണ് മമ്മി എന്നോട് ഒരു അനുഭവം പറയുന്നത്. ആ ദിവസങ്ങൾ മമ്മി ചെന്നു അവിടുത്തെ പാസ്റ്ററോട് പറയുക. അവിടുത്തെ പാസ്റ്ററോട് ചെന്നിട്ട് പറഞ്ഞു, ജോസ്ബൈ പാസ്റ്ററോടും അമ്മാമയോടും പറയുക, എന്റെ മോന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചപ്പോ എന്റെ മോൻ ഒരു പാസ്റ്റർ ആവാൻ പ്രാർത്ഥിക്കും. അപ്പോ പാസ്റ്റർ അമ്മാമയും പാസ്റ്ററും ചിരിച്ചു. കാരണം ഞാനൊരു വിശ്വാസിയായി ആദ്യം കിട്ടട്ടെ, പിന്നെ അല്ലേ പാസ്റ്റർ. ഇതാ അവര് ചിരിച്ചതിന്റെ കാര്യം. അപ്പോ പാസ്റ്റർ അമ്മാമ പറഞ്ഞു, എന്റെ പൊന്നും, എന്റെ മമ്മയുടെ പേര് ഷാളറ്റ് എന്നാണ്, ഷാളറ്റ് ആന്റി, നിങ്ങളുടെ മോൻ ഒരു വിശ്വാസിയായി കിട്ടാൻ ആദ്യം പ്രാർത്ഥിക്കും. എന്റെ മമ്മി പറഞ്ഞു ഒക്കത്തില്ല, എന്റെ മോൻ ഒരു പാസ്റ്ററാണ്. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉറപ്പാ. ദൈവം പ്രാർത്ഥിച്ചാൽ മറുപടി തരും. എന്റെ മമ്മിയുടെ ആ പ്രാർത്ഥന ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ 98 രക്ഷിക്കപ്പെടുന്നത്. 2000 എനിക്ക് സഭാ ചാർജായി. ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ എന്റെ അമ്മ 10 വർഷം ശുശ്രൂഷ അനുഭവിച്ചു. 2010 എന്റെ അമ്മ നിത്യതയിലേക്ക് പ്രവേശിച്ചു. നിത്യതയിലുണ്ട് എന്റെ അമ്മയുടെ പ്രാർത്ഥന വിഫലമായില്ല. പ്രാർത്ഥിക്കുന്ന അമ്മമാര് കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ പറയാം, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പാ ദൈവം അത്ഭുതം ചെയ്ത് തരും. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ അത്ഭുത മന്ത്രി, വീരനാകുന്ന ദൈവം, നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവുമായ എന്റെ കർത്താവ്. ഞാനത് എന്റെ ജീവിതത്തിൽ കൊണ്ട് അനുഭവിച്ചറിഞ്ഞതാണ്. എന്റെ മമ്മി പറഞ്ഞു, അന്ന് കളിയാക്കി. അതിനുശേഷം ഞാൻ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനെ ഇടയ്ക്ക് കയറി പറയുന്നത്, ഞാൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു സെന്ററിന്റെ കൺവെൻഷൻ പേരുക്കടയിൽ വെച്ച് നടക്കുകയുണ്ടായി. അതില് ജോസ് ബേബി പാസ്റ്ററാണ് പ്രധാന സന്ദേശം. ആ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിരുന്നത് എന്നെയാണ്. ഞാൻ ആ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഇരുന്നപ്പം ഞാൻ ഒരു പാസ്റ്ററാവുന്ന പോലും ഓർക്കാതെ ജോസ് ബേബി പാസ്റ്റർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്തുവാടാ സാബു, നീ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ഞാൻ ശുശ്രൂഷകനോ? അൺബിലീവബിൾ. വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് മമ്മി അവരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്റെ രൂപം എന്ന് പറയുന്നത് കാതുകുത്തി കമ്മലിട്ട് നടക്കുന്ന, മുടി നീട്ടി വളർത്തി റബ്ബർ ബാൻഡ് ഇട്ട്, ഈ ചുഴലി പിടിച്ചിടുന്നത് പോലെ വളയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഞാൻ രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. പക്ഷെ എന്നെ കുറിച്ച് ദൈവത്തിന് ചിന്തയും പദ്ധതിയും ഉണ്ടായിരുന്നു. പിന്നത്തതിൽ ഞാൻ ഈ അറിയുന്നത്. ഞാൻ പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പഴയ അവസ്ഥയിൽ തന്നെ ഞാൻ തുടർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞങ്ങള് ഒരു സ്റ്റോൺ കാർവിങ്ങിന്റെ, ഈ കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ്, ഞങ്ങളുടെ നാട്ടിലാണല്ലോ കോവളം. ഈ കോവളത്ത് ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട്, വിദേശികൾ വരും. അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് അവൻ കാർവിങ് ചെയ്യും.
പിന്നെ അല്ലാത്ത വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരും. ഈ വിഗ്രഹങ്ങളൊക്കെ വിൽക്കും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ വിഗ്രഹം എടുക്കും. മഹാബലിപുരം, ചെന്നൈയിലെ മഹാബലിപുരത്തു നിന്ന് എടുക്കും. ഹംപിയിൽ നിന്ന് എടുക്കും. കർണാടകയിലെ ഹംപി, അവിടെ നിന്ന് കിട്ടുന്ന വിഗ്രഹങ്ങൾ എടുക്കും. വളരെ തുച്ഛമായ വിലയ്ക്ക് എടുക്കുന്നത്. 300 രൂപയ്ക്ക് എടുക്കും. ഇവിടെ സായിപ്പിനെ കൊണ്ടുവന്ന് വിദേശികൾക്ക് കൊണ്ടുവന്ന് 5000 രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കും. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, ഈ 300 രൂപയുടെ സാധനം 5000 രൂപയ്ക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ട് പറയാവുന്ന ഒരു വേർഡാണ്, ഇറ്റ് ഈസ് വെരി നൈസ്. 300 രൂപയുടെ 5000 രൂപയ്ക്ക് അദ്ദേഹത്തിന് വെരി നൈസ്, ഇറ്റ് ഈസ് നൈസ്. അദ്ദേഹത്തിന് നൈസ് ആണ്, എനിക്ക് വെരി വെരി നൈസ് ആണ്. കാരണം ഇത് 5000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആ പ്രോഫിറ്റ് കൂടുതൽ അദ്ദേഹത്തെ കാലം. അപ്പൊ എനിക്ക് വെരി വെരി നൈസ് ആണ്. പക്ഷെ കാശെല്ലാം മദ്യപിച്ചു പല നിലകളിലും ഞങ്ങൾ ദൂർത്തടിച്ച് ഞാൻ ഇതിനെ കളയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും അധിക പൈസ പെട്ടെന്നുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം, എവിടെയെങ്കിലും നാട് വിട്ടു പോകണം എന്നുള്ള ചിന്തയിൽ ഞങ്ങളെല്ലാം ഇങ്ങനെ കൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി ഞാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മദ്യപിച്ചു. കൂടെ ഉണ്ടായിരുന്ന 3 സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയി. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് വരികയാണ്. ബൈക്കിൽ യാത്ര ചെയ്ത് വരുന്നു. ട്രിവാൻഡ്രത്തെ AKG സെന്ററിന്റെ മുൻപിലെത്തിയപ്പം അവിടെ ഒരു കാറ് കിടക്കും. ഈ കാറ് കണ്ടിട്ട് അവൻ എന്നോട് ചോദിച്ചു, നമ്മൾ ഇത്ര സമയം ബൈക്കിൽ പോകുമല്ലേ, നമുക്കിനി എന്തുകൊണ്ട് കാറിൽ പോയിക്കോട്ടെ? ഞാൻ പറഞ്ഞു, വൈ നോട്ട്. അങ്ങനെ ആ ബൈക്ക് അവിടെ വെച്ചു. അവിടെ കിടന്ന കാറ് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. അവിടെ മോഷ്ടിച്ചുകൊണ്ട് പോവുക, കാർ എടുത്തുകൊണ്ട് പോയി. ക്രിസ്റ്റിയയുടെ അമ്മാവന്റെ വണ്ടിയായിരുന്നു. അതുകൊണ്ട് സെൻട്രൽ ജയിലിൽ ഇടിക്ക് ഒരു കുറവില്ലായിരുന്നു, നല്ല ഇടിക്കും. ഞങ്ങളതിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി. നേരെ കാറും എടുത്തു. ഞങ്ങൾ നാട് വിടാനുള്ള ശ്രമത്തിൽ കളിക്കാവളയിൽ വെച്ച് പോലീസ് പിടിക്കുന്നു. പാറശാലയിൽ വെച്ച് വീണ്ടും കേസ് ചാർജ് ചെയ്തു. തിരിച്ച് സെൻട്രൽ ജയിലിലേക്ക് എന്നെ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു. ഞാൻ സെൻട്രൽ ജയിലിൽ കുറച്ച് ദിവസം അവിടെ കിടന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ മമ്മി പുറത്തുള്ളത് കൊണ്ട് മമ്മി ഒരു 2 മാസം ഏതാണ്ട് ഞാൻ അവിടെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ എന്നെ പുറത്തിറക്കി. ഞാൻ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി. ഞാൻ വീണ്ടും നാട് വിട്ട് ഇവിടെ നിന്ന് പോയി, തമിഴ്നാട്ടിൽ പോയി. പഴയ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കാണും. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എന്റെ മമ്മി പറഞ്ഞു, മോനെ LP വാറണ്ട് ആണ്, ലോങ് പെൻഡിങ് ആയി, ജാമ്യം എടുത്തിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ലോങ് പെൻഡിങ് ആയി, പോലീസ് ഇതിനെ എവിടെ കണ്ടാലും പിടിക്കും. അപ്പൊ എന്റെ മമ്മി ഇതിനകത്ത് വെച്ച് അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പ്രാപിച്ചു. എന്റെ മമ്മി വീട്ടിൽ ഇങ്ങനെ നൃത്തം ചെയ്ത് ആരാധിക്കും. ഞാനിതിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം രാത്രി മദ്യപിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ബോധമുണ്ട്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നന്നാകണം, രക്ഷപ്പെടണം, ഇവിടെ നിന്നും മാറണം. മമ്മിക്കാണെങ്കിൽ വാക്ക് കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ മമ്മി രാവിലെ എന്റെ ബോധം തെളിയുന്നത് വരെ കാത്തിരുന്നു. ചിലപ്പോ ഞാൻ മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞതാണോ എന്ന് അറിയാൻ. രാവിലെ ആയപ്പോ മമ്മി എഴുന്നേറ്റ് ചോദിച്ചു, മോനെ നീ കള്ളു കുടിച്ചിട്ട് പറഞ്ഞതാണോ, ശരിയാണോ? നീ എന്തുവാ ഇന്നലെ പറഞ്ഞു? ഞാൻ ചോദിച്ചു, എന്തുവാ? നിനക്ക് നന്നാകണമെന്ന് പറഞ്ഞു, ശരിയാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് നന്നാകണം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മമ്മി ഇത് കേൾക്കേണ്ട താമസം മമ്മിയെ ചർച്ചിൽ കൊണ്ടുപോയ സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് ക്രമീകരിച്ച് തരണം. അങ്ങനെ നെയ്യാറ്റിൻകര താലൂക്കിൽ പഴയകട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു. ചാണകമൊക്കെ മെടുക്കിയിട്ടിരിക്കുന്ന കുഞ്ഞു വീടാണ്. ഞാൻ അങ്ങനെ 97-98 സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ്ങിൽ ഞങ്ങൾ അവിടെ വീട് വാടകയ്ക്ക് താമസിക്കാൻ വന്നു. 98-ലായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ആ സമയത്ത് മമ്മി അതിനടുത്ത് ഓലത്താനി എന്ന് പറയുന്ന സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയാണ് അതിനടുത്തുള്ളത്. അതിനടുത്തുള്ള ചില സഹോദരങ്ങളുമായിട്ടൊക്കെ അടുപ്പമായി. ഈ ആന്റിയുടെ റിലേറ്റീവ്സ്, മറ്റു സഹോദരിയുടെ റിലേറ്റീവ്സ് ആരവിടെ ഉണ്ടായിരുന്നു. അവര് മുഖാന്തരം മമ്മി ഓലത്താനിയിൽ പോയി. ഒരിക്കൽ എന്തോ ഞാനും പോയ ഓർമ്മയുണ്ട്. പിന്നെ ഞാനും അവിടെ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു സുവിശേഷകൻ, പാസ്റ്റർ ജസ്റ്റിസ്, അദ്ദേഹം ജയിലിൽ കിടന്ന് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച പാസ്റ്റർ ജസ്റ്റിസ്, അദ്ദേഹം ആ ചർച്ചിൽ അദ്ദേഹത്തിന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ശുശ്രൂഷിക്കുവാനായി വന്ന വേളയിൽ എന്റെ മമ്മി പോയി അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ മോന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം, എന്റെ മകൻ ഈ നിലകളിൽ ജീവിക്കുകയാണ്, എന്റെ മോനോടൊന്ന് സുവിശേഷം പറയണം. അദ്ദേഹം മീറ്റിംഗ് കഴിഞ്ഞു, എന്റെ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ വന്നു, എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം എനിക്ക് ബൈബിളുമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞ ലാംഗ്വേജ് എനിക്ക് അറിഞ്ഞൂടാ, ആത്മീയ ഭാഷ എനിക്കറിയില്ല, എനിക്കിതുമായിട്ടൊന്നും ബന്ധവുമില്ലാത്ത കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്ന് ഓർക്കുന്നുണ്ട്, യേശുവിന് നിങ്ങളെ വേണം. എന്നോട് പറഞ്ഞൊരു വേർഡാണ്, യേശുവിന് നിങ്ങളെ വേണം. എന്റെ ഈ സന്ദേശം കേൾക്കുന്ന അവരോട് ഞാൻ പറയാം, ഇത് എന്നിലൂടെ കേൾപ്പിക്കുന്നത് ഉറപ്പാണ്, യേശുവിന് നിങ്ങളെ വേണം, ഉറപ്പാ. യേശു നിങ്ങളെ വേണം. യേശുവിന് ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയും. ഞാൻ ഇത്രയും താഴെ ഇറങ്ങി എന്റെ അനുഭവം പറയുന്നത്, ഏത് താഴെ കിടക്കുന്ന മനുഷ്യരെയും യേശുവിന് ഉയർത്താൻ കഴിയും. ഇടയ്ക്ക് കയറി എന്ന് പറഞ്ഞോട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം ഒരിക്കൽ ബ്രദർ സുരേഷ് ബാബു 2002 എന്നാണ് എന്റെ ഓർമ്മ ശരിയാണ്. 2002 പുത്രികണ്ഠ മൈതാനത്ത് ഒരു മീറ്റിംഗിൽ മെസ്സേജ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ അവിടുത്തെ ആ സദസ്സിലുണ്ട്.
ഞാൻ അവിടെ താഴെ ഇരിക്കുകയാണ്. താഴെ ഇരുന്ന് ഈ മെസ്സേജ് കേൾക്കാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു. ഞാൻ കണ്ണടച്ചിരുന്ന് കരഞ്ഞുകൊണ്ടാണ് എപ്പോഴും സന്ദേശം കേൾക്കാറുള്ളത്. കാരണം ഒരു യോഗ്യതയില്ലാത്ത എന്നെ ദൈവം എന്തിനാ അത്രയും സ്നേഹിച്ചത് എനിക്കറിയില്ല. ഓടയിൽ കിടന്ന് എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ സ്നേഹിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ, എനിക്ക് ഒരു ദിവസം ഈ പുത്തരിക്കണ്ട മൈതാനത്ത് പ്രസംഗിക്കാൻ ഒരു അവസരം തരണം. അപ്പൊ ഞാൻ എന്തിനാ ഈ അവസരം ചോദിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, കർത്താവേ, വേറൊന്നിനും അല്ല, എനിക്കൊരു പയ്യനെ പരിചയമുണ്ട്. ഈ പുത്തരിക്കണ്ടത്തിന്റെ മുമ്പില് ഫുട്പാത്ത് ഉണ്ട്, ആളുകൾക്ക് നടന്നു പോകാൻ. ആ ഫുട്പാത്തിൽ ചെരുപ്പ് വിറ്റുകൊണ്ടിരുന്ന ഒരുത്തന്നെ എനിക്കറിയാം. സഹോദരിമാർ തലയിൽ വെക്കുന്ന ലൗണ്ടയ്ക്ക് രൂപയ്ക്ക് 2 വിറ്റുകൊണ്ടിരുന്നവനെ എനിക്കറിയാം. അവിടെ ഇരിക്കുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിപ്പിക്കാൻ കഴിയുന്നതാണ് അങ്ങെന്ന് എനിക്ക് പറയണം. എനിക്കൊരു അവസരം തരണം. ബട്ട് ഞാൻ പറയാം, നമ്മുടെ പ്രാർത്ഥന നമ്മൾ മറന്നാലും നമ്മുടെ പ്രാർത്ഥന മറക്കാത്തൊരു ദൈവവും. 2015 എനിക്ക് ഒരു കോൾ ഉണ്ടായി. ഞാൻ ഒരു ചേർച്ചിൽ പകൽ സെഷൻ ശുശ്രൂഷ കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേള എനിക്ക് കോള് വന്നു. ആ കോളിൽ മറുതലയ്ക്ക് ചോദിച്ചു, സഹ പാസ്റ്റർ ആണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററെ ഡേറ്റ് ഉണ്ടോ? 2015 കോളേജ്. ഞാൻ ചോദിച്ചു, എവിടത്തേക്കാ? അപ്പൊ പുത്തരിക്കണ്ട മൈതാനത്തേക്കാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2002 പ്രാർത്ഥിച്ചു, എനിക്ക് അവിടെ അവസരം തന്നാൽ ഞാൻ യേശുവെ അവിടെ അങ്ങയെക്കുറിച്ച് പറയുമെന്ന്. 2015 ആയപ്പോൾ 13 വർഷം. ഇറ്റ് ഈസ് നോട്ട് ലോങ് ഫോർ മീ. അതെനിക്ക് ദീർഘമായിട്ട് തോന്നിയിട്ടില്ല. അതിനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ടെന്ന് വചനം പറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അന്ന് എന്നെ ദൈവം അവിടെ കൊണ്ടു നിർത്തി. എനിക്ക് ഡയറി കൊണ്ടുപോകേണ്ടി വന്നില്ല, ബൈബിള് തുറക്കേണ്ടി വന്നില്ല. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, രൂപയ്ക്ക് 2 ലൗണ്ടയ്ക്കായും വിറ്റ് ചെരുപ്പും വിറ്റ് അവിടെ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിക്കാൻ കഴിയുന്നതാണ് എൻ്റെ യേശു. യേശുവിന് ചെയ്യാൻ കഴിയാത്ത ഒരത്ഭുതവും ജീവിതത്തിലില്ല എന്ന് എനിക്ക് പ്രസ്താവിക്കാൻ അവിടെ വെച്ച് എനിക്ക് ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ അങ്ങനെ, ഈ പാസ്റ്റർ എന്നോട് വന്നിട്ട് പറയാണ്, നിങ്ങളെ യേശുവിന് വേണം, അപ്പോ കയ്യിലിരിക്കുന്നെല്ലാം ഉപേക്ഷിക്കണം. അപ്പൊ എന്താ ഇദ്ദേഹം മീൻ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കയ്യിലിരിക്കുന്നെല്ലാം ഉപേക്ഷിക്കും, ഇനി മുന്നോട്ട് പോകരുത്, യേശു നിങ്ങളെ പിടിക്കും. ഒരു മോർണിംഗ് ആയിരുന്നു അതെനിക്ക്. പക്ഷെ ഞാനത് ഗണ്യമാക്കിയില്ല. പാസ്റ്റർ എനിക്ക് കണ്ടപ്പോ തോന്നിയ ഒരു തോന്നൽ വേറൊന്നുമില്ല. ഞാൻ ഈ ക്ലബിന്റെ ഒക്കെ അംഗമായിരുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ അവിടുത്തെ ഉള്ള എന്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അവിടുത്തെ പല ക്ലബുകളിലെയും അംഗമാണ്. അപ്പൊ അവിടുത്തെ പൊങ്കാല ഇടാൻ വരുന്ന സഹോദരിമാർക്ക് വെള്ളം കൊടുക്കാനും ഉപ്പുമാവ് കൊടുക്കാനും ഒക്കെ പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ പാസ്റ്ററെ കണ്ടപ്പോ മീശയൊന്നുമില്ല. അപ്പൊ ഇത് കൊള്ളാം, ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് മീശ എടുക്കാൻ എനിക്ക് ഒരു ഇത് തോന്നിയത്. കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉപ്പുമാവൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മീശ എടുത്തത്. പക്ഷെ ഞാൻ വീണ്ടും കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ സുഹൃത്തുക്കളുമായി പ്ലാൻ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നം നേരിട്ടു, വല്ലാത്തൊരു ഇൻസ്റ്റന്റ് നേരിട്ടു. അന്ന് ആ ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ആരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന പോലുള്ള തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിഹാസം സംസാരിച്ചിട്ട് പോയി, എനിക്ക് ഇടപെടൽ ഉണ്ടാകാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്. അന്ന് ഞാൻ ആ ശുശ്രൂഷകൻ എന്ന വിഷയത്തെക്കുറിച്ച് സ്വപ്നം അറിഞ്ഞും കൂടാ എനിക്ക്. അപ്പൊ ഞാനൊരു സ്വപ്നം കാണുകയാണ്. കണ്ട സ്വപ്നം ഇങ്ങനെയാണ്, ഞാൻ ഒരു ഉയർന്ന 2 ഭാഗത്തുള്ള മല ഇങ്ങനെ നിൽക്കും, താഴെ റോഡ്, 2 ഭാഗത്തും കുത്തനെയുള്ള വലിയ മല എനിക്ക് കാണാം. ഈ 2 ഭാഗത്തും ഉരുൾപൊട്ടുന്നത് പോലെയും മൃഗങ്ങൾ വരുന്നത് പോലെയും വലിയ അനർത്ഥം സംഭവിക്കുന്നത് പോലെയും. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഇത് വരുന്നു, മറുഭാഗത്തേക്ക് ഞാൻ ഒരു ബസ് വന്നിരിക്കുകയാണ്. ഈ ബസ്സിലുള്ള ആളുകളെയും കൊണ്ട് മുകളിലോട്ട് പോയി. മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം. ഞാനൊരു പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് വിളിച്ചു പറയുന്നു, നമ്മുടെ ദേശം ഇതല്ല, നമ്മുടെ ദേശം അതാണ് എന്ന് പറയുന്നതും ഇവരെല്ലാം ഒരു വലിയ നദിയിൽ ഇങ്ങനെ ആനന്ദിക്കുന്നതുമായിട്ടൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പൊരുൾ എനിക്ക് അന്ന് അറിയില്ല എന്താണെന്നുള്ളത്. എന്നെ സുവിശേഷീകരണത്തിന്റെ ഭാഗവാക്കായി തീർക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി തീർന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞിട്ട് പോയി. എന്നാൽ ഞാൻ അന്ന് ഈ എന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ഭവന ഭേദനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. എന്റെ സുഹൃത്തുക്കളെല്ലാം ഓടി. ഞാൻ അന്ന് ജീൻസ് പാന്റ്, ടീഷർട്ടും പിന്നെ ക്യാൻവാസ് ഷൂസ് എന്റെ കയ്യിൽ ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുമായിട്ട് ഓടുന്ന സമയത്ത് ഒരു തോടിന്റെ വക്കിൽ പെട്ട് എന്റെ വലത് കാല് ഒടിഞ്ഞു. ഇടതുകാല് 2 വയസ്സിൽ പോളിയോ വന്ന് മടങ്ങിപ്പോയ കാലാണ്. പിന്നെ ആ കാല് 15 വയസ്സിൽ ഒരു സംഘടനത്തിൽപ്പെട്ട് ഒടിഞ്ഞിട്ടുണ്ട്. 19 വയസ്സിൽ വേറൊരു സംഘടനത്തിൽപ്പെട്ട് ആ കാല് ഒടിഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം ഒടിഞ്ഞതും 1 പ്രാവശ്യം പോളിയോ വന്നതും. ഈ വലത് കാലും കൂടെ ഒടിഞ്ഞ് ഞാൻ അവിടെ വീണു. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. മരണഭീതി ഉണ്ടായി എനിക്ക്. ഞാൻ മരിച്ചു പോകും, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കും എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി.
യേശുവിനെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനോ ഇങ്ങനെയുള്ള കാര്യം അറിഞ്ഞൂടാ. അപ്പോ ഞാൻ ചിന്തിച്ചു, മമ്മി പറയുന്നത് പോലെ ഇവിടെ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ മമ്മി പറയുന്നത് പോലെ ഞാൻ യേശുവിന്റെ വഴികളിലൂടെ നടക്കും. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ അന്ന് അവിടെ കിടന്ന് ഞാനൊരു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് അത്ഭുതകരമായി ദൈവം എന്നെ രക്ഷിച്ചു. ഞാൻ റോഡിലേക്ക് വന്നു. റോഡിൽ നിന്നൊരു വാഹനത്തിൽ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ എന്റെ സുഹൃത്തുക്കളില്ല, ആരുമില്ല, കാലൊടിഞ്ഞ് കിടക്കുന്നു. ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒന്ന് സുവിശേഷം പറഞ്ഞിട്ട് പോയ ഈ ദൈവദാസൻ പാസ്റ്റർ ജസ്റ്റിസ്, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്, അമരവിളയിലുള്ളതാണ് പാസ്റ്റർ. അദ്ദേഹം എന്റെ ഭവനത്തിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് ബ്ലാക്ക് ടീ, തേയില ഇങ്ങനെ കൊടുത്തു. പിന്നെ ഒരു പഴം ഇങ്ങനെ കൊടുത്തു. ഞങ്ങളുടെ വീട്ടിലെ ഫർണിച്ചേഴ്സ് ഒന്നുമില്ല. ഞാൻ പറയും, എന്റെ വിശ്വാസത്തിലേക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്നാണ് നല്ല പങ്കുവച്ചിട്ടുള്ള ആ ഓലത്താന്നി അസംബ്ലീസ് റോഡിലെ ദൈവമക്കളിൽ ഒരു ഫാമിലി ഭയങ്കര പങ്കുവച്ചു. കാരണം അവര് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എന്റെ ആർക്കും എന്നോട് ഇല്ലാത്ത സ്നേഹം ഇവരെന്തിനാ എന്നോട് കാണിക്കുന്നത്? കാരണം എന്നെ എന്റെ സുഹൃത്തുക്കളുടെ അമ്മമാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇവര് സാബുവിനെ വീട്ടിൽ കയറ്റരുത്, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് ഇവരെന്നോട് കാണിക്കുന്ന സ്നേഹം, യേശുവിനെ ആക്ച്വലി ഞാൻ കണ്ടത് ഈ സഹോദരിയിലൂടെ, ആ വീട്ടിലൂടെയാണ് ഞാൻ യേശുവിനെ കണ്ടത്. അവരിലൂടെയുള്ള ആ സുഗന്ധമാണ് എന്നിലേക്ക്. കാരണം അവരുടെ വീട്ടിലെ ഫർണിച്ചേഴ്സ്, അവരുടെ വീട്ടിലെ കട്ടില്, അവരുടെ വീട്ടിലെ കസേരയാണ്. ഞാൻ ചിന്തിച്ചു, എന്തിനാ ഇതെല്ലാം എന്റെ വീട്ടിൽ കൊണ്ടുവന്നിടുന്നത്? എന്നോട് ഇവരെ കാണിക്കുന്ന സ്നേഹം, കാരണം എന്റെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ ആർക്കും ഇല്ലാത്ത സ്നേഹം ഇതെന്തിനാണ് എന്നോട് കാണിക്കുന്നത്? യേശുവിന്റെ സ്നേഹം ആക്ച്വലി ഞാൻ ഇവരിലൂടെയാണ് അറിഞ്ഞത്. യേശു എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഇവരിലൂടെ മനസ്സിലാക്കി. അപ്പോ ഈ പാസ്റ്റർ ഞാൻ ഈ ഇരിക്കുന്ന വിവരം അറിയുകയും അദ്ദേഹത്തിന്, അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ടീയും പിന്നെ ഒരു പഴം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞത്, യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണം. എന്നോട് പറഞ്ഞ ആദ്യ വേർഡാണ്. അപ്പോ ഈ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം എനിക്ക് അറിഞ്ഞുകൂടാ, യേശുവിനെ എങ്ങനെ സ്വീകരിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ ഇറങ്ങി പോകും, ഞാൻ ഈ നിങ്ങൾ തന്നതും കഴിച്ച് ഞാൻ പോയി, ഇനി വരത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം 3 ഒന്ന്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശുവിനെ സ്വീകരിച്ചാൽ എന്തോ കിട്ടും? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഒരുപക്ഷെ എന്റെ ഒടിഞ്ഞ കാല് സുഖമാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ, എനിക്ക് കുറെ കാശ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഞാൻ യേശുവിന്റെ ഭാഗത്ത് വരത്തില്ലായിരുന്നു. കാരണം കാശ് ഉണ്ടാക്കാനുള്ള പല വഴികളും എനിക്ക് അറിയാവുന്ന ഒരു മനുഷ്യൻ, അതുകൊണ്ട് ഞാൻ അതിനൊന്നും വരത്തില്ലായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത്, എന്താണോ ഇല്ലാത്തത് അത് തരുവാൻ യേശുവിന് കഴിയും. അതാണ് എന്നെ വലിയതായിട്ട് ആകർഷിച്ചത്. ജീവിതത്തിൽ എന്താണോ നഷ്ടപ്പെട്ടു പോയത് അത് തരുവാൻ യേശുവിന് കഴിയും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സമാധാനമില്ല, യേശുവിന് തരാൻ കഴിയുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ട് പറഞ്ഞു, ലോകം തരാത്ത സമാധാനം യേശുവിന് തരുവാൻ കഴിയും. ഞാൻ രണ്ടാമത് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. കാരണം ഞാൻ 5 രൂപയ്ക്ക് വേണ്ടി മനുഷ്യനെ കീറി മുറിച്ചിട്ടുണ്ട്, വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ പാപം യേശു ക്ഷമിക്കുമോ? എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, പഞ്ഞുപോലെ ദൈവം അതിനെ വെളുപ്പിക്കും. ഈ ഒരു അറിവ് എനിക്ക് വല്ലാത്തൊരു ആദ്യത്തെ അറിവാണ്. 3ാമത് ഞാൻ ചോദിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയും. അദ്ദേഹം പറഞ്ഞു, മുട്ടുമടക്കിയിട്ട്, യേശുവെ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണം, എനിക്ക് സമാധാനം തരണം, ഇത്രയും പറയാൻ അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം. അദ്ദേഹം മുട്ടുമടക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വീട്ടില് ചാണകം മെഴുകിയ തറയിൽ മുട്ടുമടക്കി. അദ്ദേഹം പറഞ്ഞു ഈ വാചകങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞു തീരുന്നതിനകം ഫ്യൂ മിനിറ്റ്സ്, വളരെ കുറച്ച് സമയം, ഒരു ലോങ് പ്രയർ അല്ല. ഈ പറഞ്ഞ വാചകങ്ങൾ ചൊല്ലി തീരുന്നകത്ത് വെച്ച് എന്റെ ഉള്ളിലെ ഭാരം പോയി. അന്ന് വരെ ഞാൻ പേറിയിരുന്ന വലിയ ഭാരം അതെന്നെ വിട്ടുപോയി. ആക്ച്വലി അത് ഞാൻ പേറിക്കൊണ്ട് നടന്ന ഭാരമായിരുന്നു ഞാൻ അപ്പോഴാണ് അറിയുന്നത്, അതെന്നെ വിട്ടുപോയി. അതുവരയ്ക്കും എന്റെ ഉള്ളിൽ ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞു വന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലായി, ഞാൻ അനുഭവിക്കാത്ത സുഖമില്ല. സാമ്പത്തികമായിരുന്ന എല്ലാ നിലകളിലും ഈ ലോകപരമായി അനുഭവിച്ചു അതിലൊന്നും കിട്ടാത്ത ഒരു സമാധാനം. അതാണ് അദ്ദേഹം പറഞ്ഞത്, ലോകം തരാത്ത, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം യേശു എന്റെ ഉള്ളിൽ പകർന്നു നൽകി. അത് എനിക്ക് ഐ ക്യാൻ നോട്ട് എക്സ്പ്ലെയിൻ. അത് എങ്ങനെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. ആക്ച്വലി ഞാൻ ഈ സന്തോഷത്തിന്റെ ഇത് മറ്റുള്ളവരോട് പറയണം, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ പാസ്റ്റർ ആകാൻ ഇറങ്ങി പുറപ്പെട്ടതല്ല, എനിക്ക് കാശ് കിട്ടുമെന്നുള്ള ചിന്തയിൽ ഇറങ്ങി പുറപ്പെട്ടതല്ല, എനിക്ക് ആരെങ്കിലും പൈസ തരുമെന്നുള്ള ചിന്തയിൽ ഇറങ്ങി പുറപ്പെട്ടതല്ല. ഞാൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് എനിക്ക് ആ ദൈവിക സമാധാനം നൽകി. ഞാൻ ഒരു ഏപ്രിൽ മാസത്ത് ഞാൻ യേശുവിനെ എന്റെ രക്ഷകനായി സ്വീകരിച്ചു. ജൂൺ മാസം 14-ാം തീയതി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം
ശരിയാണെന്ന് വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നതിനനുസരിച്ച് നെയ്യാറിന്റെ ശാഖയിൽ പാസ്റ്റർ സ്റ്റീഫൻസൺ അവരുടെ കൈക്കീഴില് എനിക്ക് സ്നാനപ്പെടാൻ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ജീവിച്ച ഈ ആ സാഹചര്യത്തില് എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടത്തില്ല, പക്ഷെ എനിക്ക് നല്ലൊരു ഭാര്യയെ ദൈവം തന്നു, 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ഒരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന എനിക്ക് സഭയുടെ ശുശ്രൂഷകനായി 2000-ൽ ഞാൻ ശുശ്രൂഷകനായി. 2001-ൽ പൂർണ്ണ ചാർജ് എനിക്ക് കിട്ടി. സഹശുശ്രൂഷനായി 2000-ലും പൂർണ്ണ സുവിശേഷനായി 2001 ഫെബ്രുവരി മുതൽ എനിക്ക് സഭയിലെ ശുശ്രൂഷകനായി. എന്റെ ചർച്ചിൽ എന്റെ മമ്മി എന്റെ ബിലീവറായി. വലിയ ദൈവപ്രവർത്തിപ്പിന് എനിക്ക് കാണാൻ തുടങ്ങി. ഞാൻ അന്ന് കിടന്നിട്ടുള്ള ജയിലുകളിലെല്ലാം ഇന്ന് സുവിശേഷകനായിട്ട് പോകാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അവിടെ പലരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, ഒരുപക്ഷെ അരോമ ടിവിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ പല ദൈവദാസന്മാരും ഇതില് അനുഭവങ്ങൾ പങ്കുവച്ചിട്ട് അതിലൊരു മഹാലിംഗം കുറച്ച് നാളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചെന്നു അവിടെ ജയിലിൽ വെച്ച് കാണാനും പരിചയപ്പെടാനും. ആ പ്രിയപ്പെട്ട ഇന്ന് ഞങ്ങളുടെ മിഷനറിയാണ്. ജയിലിടിഞ്ഞാൽ പുറത്തു വരത്തില്ലെന്ന് ലോകം വിധി ചെയ്തിരുന്ന കോടതി പറഞ്ഞ മനുഷ്യനെ ഇന്ന് ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഇന്നെന്റെ വലിയൊരു ആഗ്രഹമാണ്. ഒരു വിശ്വാസിയെ നേടിയാൽ അദ്ദേഹം ഒരു സഭയ്ക്ക്, പക്ഷെ ഞാനൊരു ശുശ്രൂഷകൻ നേടിയാൽ അദ്ദേഹം ആയിരങ്ങൾക്ക്. ഈ ഒരു കാഴ്ചപ്പാടോടെ എനിക്ക് വിവിധ സ്ഥലങ്ങളിൽ പോകാൻ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകാൻ, നല്ല ശുശ്രൂഷകൾ ചെയ്യുവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇന്ന് എനിക്ക് ഭ്രാന്തന്മാർ, എന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മെന്റൽ പേഷ്യൻസിനെയൊക്കെ കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും വഴിയിൽ നിർത്തും. വഴി നിർത്തി അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ എല്ലാ മാസവും ഇപ്പോൾ RCC ക്യാൻസർ സെന്ററിൽ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. ഞാൻ ഇവരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ആഗ്രഹമാണ് ഇവരെയൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒന്ന് താമസിക്കും. എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ദർശനവും ഒരു പ്രാർത്ഥനയുമാണത്. കുറെ പേരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരണം, ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. കാരണം എനിക്കറിയാം ഞാൻ ഒരു ഭ്രാന്തനായി തീരേണ്ട എന്നെ മാറ്റിയ കർത്താവ് ഇവർക്ക് ഒരു മാറ്റം കൊടുക്കും. വലിയൊരു പ്രാർത്ഥനയാണ്. എവിടെല്ലാം പോകുന്നു, എല്ലാ സ്ഥലത്തും പോയി യേശുവിനെ ശുശ്രൂഷിക്കുവാനൊക്കെയുള്ള ദൈവം എനിക്ക് ഒരു അവസരം നൽകി എന്നെ കൊണ്ട് നടക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്രയും വലിയ നന്മ കർത്താവ് എനിക്ക് ചെയ്തു. പല ഭാഗങ്ങളിലും പോയി ശുശ്രൂഷിച്ചു കർത്താവിന്റെ രാജ്യത്തെ പ്രസ്താവിക്കാൻ എല്ലാം ദൈവം എന്നെ സഹായിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോ ഞാനൊരു സഭയുടെ ഭാഗമായി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം എനിക്ക് ദൈവം തന്നു. ഇപ്പോൾ ഞാൻ ഈ നിലകളിൽ ശുശ്രൂഷിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് എന്റെ അനുഭവം. എനിക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ യേശു ഹൃദയത്തിലേക്ക് വന്നാൽ, ജീവിതത്തിലേക്ക് വന്നാൽ ഈ യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ജീവിതത്തെ മാറ്റി, എന്റെ ജീവിതത്തെ മാറ്റി. എന്റെ ഫ്രണ്ട്സ് പലരും പറയും നിന്നെ മാറ്റി യേശുവിന് ഞങ്ങളെയും മാറ്റുവാൻ കഴിയും. ഇന്ന് പലരും ക്രിസ്തുവിലേക്ക് വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പല കൺവെൻഷൻ വേദികളിലും പല സ്ഥലത്തും ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി കൺവെൻഷൻ വേദികളിൽ നിരവധി സ്ഥലങ്ങളിൽ എന്നെ വിളിക്കുന്നുണ്ട്. അവിടെ ചെന്നെല്ലാം അവരെന്നോട് പറയുന്ന സഹപാസ്റ്ററെ സാക്ഷ്യം പറയണം. കാരണം എന്റെ സാക്ഷ്യം നിരവധി പേരെ നിത്യജീവനിലേക്ക് നടത്താൻ കാരണമായി തീർന്നു. ഇത് കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ യേശു ഇന്നും ജീവിക്കുന്നു. യേശു മരിച്ചടക്കപ്പെട്ട് അതോടുകൂടി അവസാനിച്ച ഒന്നല്ല യേശുവിന്റെ സുവിശേഷീകരണം. മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അവിടുന്ന് പാപങ്ങളെ മോചിക്കുവാൻ മതിയായ കർത്താവാണ് എന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞു. ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് അനുകരിക്കട്ടെ. പ്രത്യേകിച്ച് അരോമ TV എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ ഡയറക്ടർക്കും പ്രത്യേകിച്ച് എന്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. God bless you. ആമേൻ, ആമേൻ, ആമേൻ. തികച്ചും വ്യത്യസ്തമായ ജീവിതത്തിലെ അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു അവറുകൾ. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനുഷികമായി നോക്കിയാൽ, ഭൗമികമായി നോക്കിയാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നെങ്കിലും വേണ്ട വിധത്തിലുള്ളതായ ഗൈഡ് ലൈൻസ് ഇല്ലാതെ പോയി എന്ന ഒരു കാരണത്താൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന, കടന്നു പോകേണ്ടി വന്ന ജീവിതത്തിലെ ആ ഇരുണ്ട നാളുകൾ അത് വളരെ ഭയാനകമായിരുന്നു. അത് വളരെ വേദന നിറഞ്ഞതായിരുന്നു. പലർക്കും വേദന കൊടുക്കുന്ന അനുഭവങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ പിന്തുടർന്നതായ ദൈവത്തിൻ്റെ അദൃശ്യകരം ഒരു മീനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ തക്ക സമയമായപ്പോൾ ദൈവം പിടിച്ച്
എടുത്തു എന്ന് മാത്രമേ പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ ആ ചൂണ്ടയിൽ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ, കൊളുത്തിയില്ലായിരുന്നുവെങ്കിൽ ആ വഴിയിൽ പോയി മുന്നോട്ട് പോയി ഗുരുതരമായ ഒരപകടത്തിൽ, ഒരനർത്ഥത്തിൽ, അല്ലെങ്കിൽ എന്നേക്കുമുള്ള പതനത്തിൽ ചെന്ന് അവസാനിക്കുമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹാസ്നേഹം മാടി വിളിച്ചു, മടക്കി വരുത്തി. ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചു, ഹിന്ദുവായി കൺവേർട്ട് ചെയ്യുന്നു, സാബു എന്ന ഒരു പൂജാരിയായിട്ട് അറിയപ്പെടുന്നു. അങ്ങനെ വിവിധ നിലകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിക്കും പിടിക്കും കൊള്ളയ്ക്കും മറ്റ് പിടിച്ചുപറിക്കും പാപവഴികളിലും തെറ്റായ ജീവിത മാർഗങ്ങളിലും ഒക്കെ പിച്ചി ചീന്തപ്പെട്ട വലിച്ചഴിക്കപ്പെട്ടതായ ആ ലോകത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യമാർന്ന കരത്താൽ പിടിച്ചെടുത്ത ആ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതുകൊണ്ടാണ് ഇന്ന് ആ കർത്താവിനെ ഉയർത്തിപ്പറയുവാൻ, ആ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ശൗലിനെ പൗലോസാക്കിയതുപോലെ ദൈവം ഇന്ന് കർത്താവിൻ്റെ ദാസനെ ദൈവത്തിൻ്റെ ദാസനായി, ദൈവത്തിൻ്റെ മകനായി അനേകരെ കർത്താവിലേക്ക് നടത്തുവാൻ വഴിയോരങ്ങളിലും മെഡിക്കൽ കോളേജിലും അതുപോലെ RCCയിലും ജയിലുകളിലും ഒക്കെ ആമെ കടന്നുപോയി അനാഥർക്കും അശരണർക്കും പാപികൾക്കും രോഗികൾക്കും ഭ്രാന്തന്മാർക്കും ഒക്കെ കൈത്താങ്ങലായി അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ഒക്കെ വിവിധ നിലകളിൽ ദൈവം ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പലർക്കും കടന്നു പോകാൻ കഴിയാത്ത മേഖലകളിലേക്ക് കടന്നു പോകുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നല്ലോ. ദൈവദാസനെയും സഹോദരിയെയും 2 കുഞ്ഞുങ്ങളെയും ദൈവം ഏൽപ്പിച്ച ദൈവസഭയെയും ദേശത്തെയും പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഏറെ ഹൃദയസ്പർശിയായി നിങ്ങളെ സ്വാധീനിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ഒരുപക്ഷെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളിൽ നിങ്ങൾ വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ ഉള്ളത്, നിങ്ങളെ പിന്തുടരുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്ന ആ കർത്താവിൻ്റെ കരം നിങ്ങൾ ഒന്ന് തിരിച്ചറിയൂ. അതെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ആ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും വിളിക്കുക. ആ ഇമ്പമാർന്ന സ്വരം കേൾക്കുവാൻ, അത് തിരിച്ചറിയുവാൻ ആര് തയ്യാറാകുമോ ആ വ്യക്തിയുടെ ജീവിതം വലിയ മാറ്റത്തിലേക്ക് വരുവാൻ തക്കവടെയായിത്തീരും. നമ്മളുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം, സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം, ഒന്ന് സ്വയം ശോധന ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയുള്ള തെറ്റുകൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, കർത്താവേ എൻ്റെ പാപമൊക്കെ ക്ഷമിക്കപ്പെടുമോ? എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കുവാൻ കഴിയുമോ? കഴിയും. ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമൊന്നുമില്ല. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമാണ്, അതൊക്കെ കറപുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ക്രൂശിൽ നിന്ന് ഒഴുകപ്പെട്ടതായ ആ തിരുരക്തം നമ്മുടെ പാപക്കറകളെ കഴുകി, നമ്മുടെ പാപങ്ങളെ മായ്ച്ച്, നമ്മെ ശുദ്ധീകരിച്ച്, നമ്മെ നീതീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി, ദൈവത്തിന് പ്രിയമുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുമോ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുമോ? ആ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് തിരിച്ചറിയൂ. ആ ക്രൂശിൽ കിടന്ന 2 കള്ളന്മാരിൽ ഒരുവൻ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. അവിടെ വെച്ച് അവൻ അനുതപിച്ചു. ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ വിടുതൽ അനുഭവിക്കുകയായിരുന്നു. അതേ സഹോദര, ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നാളെയല്ല, അടുത്തൊരു നിമിഷമല്ല, നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നത് ഇപ്പോഴാണ്.
നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഭാരം മാറിപ്പോകട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, ആമേൻ, അതൊരു വലിയ ആമേൻ മഞ്ഞുപോലെ ഇറങ്ങി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമാറാകട്ടെ. അത് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എന്ത് തന്നെയായിരുന്നാലും അതിലേക്ക് ആ സമാധാനം ഇറങ്ങി വരട്ടെ. ആ സന്തോഷം നിങ്ങളുടെ കുടുംബത്തിൽ അലതല്ലട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് അർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു ലോറൻസ് അവർ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവെ, അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കുമായി പ്രാർത്ഥിക്കുന്നു. വിവിധ സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഞങ്ങളെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ധന്യമായും ധാരാളമായും അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവർ ആ വിഷയങ്ങളുടെ മധ്യത്തിലെല്ലാം ദൈവിക സമാധാനവും സന്തോഷവും പ്രാപിച്ചു. ഇവിടെ അവകളെല്ലാം ലഭ്യമാകുന്നത് പോലെ നിത്യത്തിൽ അവകാശികളായി തീരുവാൻ ഓരോ അരോമ ടിവിയുടെ പ്രേക്ഷകരെയും കർത്താവിന്റെ ഡയറക്ടറെയും മറ്റു പ്രിയപ്പെട്ടവരെയും പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയുടെയും ശുശ്രൂഷയുടെയും അളവിൽ നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും, എല്ലാ ആവശ്യങ്ങളോടും, എല്ലാ വിഷയങ്ങളോടും കർത്താവായ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് എല്ലാവരെയും കരം പിടിച്ചു വഴി നടത്തിക്കാട്ടെ. അവരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് കാരണമായി അനുഭവത്തെ മാറ്റുന്നതിനായി നന്ദി. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവായി പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ്. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു ലോറൻസ് അവർ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവം നടത്തിയ വഴികളെക്കുറിച്ചും ദൈവീയ വിടുതലുകളെക്കുറിച്ചും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിവരവും ഞങ്ങളെ അറിയിക്കൂ. അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.